പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും വെൽക്കം ചെയ്യുകയാണ്. നമ്മളെല്ലാ ആഴ്ചയും കേൾക്കുന്ന പോലല്ല, വളരെ വ്യത്യസ്തമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എല്ലാ ആഴ്ചയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്, പക്ഷേ എങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അത് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാം. കർത്താവിന് സ്തോത്രം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് വിമൻ ഫോർ ജീസസിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമോണിയൽ കൊണ്ടുവരാൻ കൊണ്ട് നിങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. വിവിധ ഭാഗത്തു നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കളെ നീ സഹായിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആത്മീക ബലത്തിന് ഉത്തേജനത്തിന് കാരണമായി തീരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ എല്ലാ മേഖലകളെയും മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. കുറവശകളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ വിശ്വസ്തനാകയാൽ സ്തോത്രം. സകലമാന മുഖത്തോട് തെക്കുത്തരുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന പ്രിയ സിസ്റ്റർ ധനുജകുമാരിയാണ്. ട്രിവാൻഡ്രത്തു നിന്ന് പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിയുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. സുഖമായിരിക്കുന്നേ? സുഖമായിരിക്കുന്നു. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്ററെ ഞങ്ങൾക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കടന്നു വന്നതിൽ. സത്യത്തിൽ ഒരു വർഷത്തിലധികമായിട്ട് സിസ്റ്ററിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു വർഷത്തിലധികമായി നമ്മുടെ 1-2 പ്രേക്ഷകർ എനിക്ക് നമ്പർ തന്നു, സിസ്റ്ററെ വിളിക്കണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ തോമസ് പാസ്റ്റർ ചെങ്കൽ ചൂളയിൽ നിന്ന് വന്ന ആ സമയത്ത്, പാസ്റ്ററുടെ ആൻറ്റിയൊക്കെ വന്ന സമയത്ത്, ആ സമയം മുതൽ തന്നെ ഞാൻ സിസ്റ്ററെ വിളിക്കണം എന്നുള്ളൊരു പ്ലാനിങ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പല ടെസ്റ്റ് മണി ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പം പലപ്പോഴും വിട്ടുപോകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഇപ്പോഴായിരുന്നു അതിൻ്റെ സമയം. കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്യുന്ന കർത്താവാണ്. ഞാൻ സിസ്റ്ററുടെ ആ പുസ്തകമൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. സെക്കുലർ ഇൻ്റർവ്യൂസാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എനിക്കൊന്ന് ഈ അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ ഒരു ദൈവമക്കളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്, അല്ലേ? അതെ, ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പുസ്തകത്തിൻ്റെ പേര് ചെങ്കൽച്ചുളയിലെ എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം. അതെ, അതിൻ്റെ ലാസ്റ്റ് ഭാഗം എൻ്റെ ജീവിതം എന്നാണല്ലോ. അപ്പം നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ പേര് എൻ്റെ കഥ എന്നാ. അപ്പം നമുക്കൊരു പ്രോഗ്രാമുണ്ട് എൻ്റെ കഥ എന്ന് പറഞ്ഞ്, സിസ്റ്ററുടെ ജീവിതം. ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ചെങ്കൽച്ചൂളയെ അതിൻ്റെ ശരിയായ ചിത്രത്തെ പരിചയപ്പെടുത്തുവാൻ ആ പുസ്തകം ഒത്തിരി കാരണമായി തീർന്നില്ലയോ? അതെ, തീർച്ചയായിട്ടും. അതെ, ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്, ഒരു കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യണമെന്ന് പോലും ചിന്തിച്ചൊരു സമയമുണ്ട്. പക്ഷേ ദൈവം ഇന്നിവിടെ സാക്ഷ്യം പറയാൻ തക്കവണ്ണം കൊണ്ടിരുത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയാക്കി, ഒരു അത്ഭുതമാക്കി നിർത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ. ആ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് ഇന്ന് കേൾക്കണം. ദൈവം സഹായിക്കട്ടെ സിസ്റ്ററെ. അവാർഡുകളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലേ? ഇപ്പൊ എനിക്ക് ദുബായിലൊരു അൺസൺ ഹീറോ അവാർഡ് 2024 ദുബായിലുള്ള അവിടുത്തെ സെന്റ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ദിദിമോസ് അവാർഡ്, അൺസൺ ഹീറോ അവാർഡ് എനിക്കായിരുന്നു 2024 കഴിഞ്ഞ നവംബർ. 2 മാസം ആയുള്ളൂ. ആ അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞാൻ 1999 ചെങ്കൽച്ചുളയിലെ ഞങ്ങളുടെ അന്നത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് 2 കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്. അന്ന് 2 കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം സ്വന്തമായിട്ടൊരു വീടില്ല. വേറെ ജോലി ചെയ്യാൻ ഹസ്ബൻഡ് ഒരു മദ്യപാനിയായിരുന്നു. ഞങ്ങളെ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടും കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥത ഇല്ലാത്തവരായതുകൊണ്ട് ബന്ധുക്കൾ ആരും പിടിച്ചു നിർത്താനോ സഹകരിക്കാനോ സഹായിക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പം 1999 ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലെ വീട്ടുജോലിക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുകയും അതിന് പാസ്പോർട്ട് എടുക്കുകയൊക്കെ ചെയ്യും. ഞാനും അങ്ങനെ ഒരു പാസ്പോർട്ട് എടുത്തിരുന്നു 1999. പക്ഷേ എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. കാരണം അന്ന് 60,000 രൂപ വേണമായിരുന്നു നമുക്ക് സൗദി അറേബ്യയിൽ ഒരു വീട്ടുജോലിക്ക് പോയി. ഞാനും എൻ്റെ ഭർത്താവിന്റെ സഹോദരി കൂടെയാണ് ഒരുമിച്ചാണ് ഞങ്ങൾ പാസ്പോർട്ട് എടുത്തത്. പക്ഷെ എന്നെ ആരും സഹായിച്ചില്ല. പ്രിയ സിസ്റ്റർ വിദേശത്ത് പോയി, ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് അവിടെ കൊണ്ടുപോകാനല്ലായിരുന്നു ആഗ്രഹിച്ചത്. എന്നെ ഒരു എന്താ പറയാ, ഒരു VVIP ആയിട്ടാണ് ഞാൻ ദുബായിൽ പോയത്. അത്
ഒരു ദൈവത്തിന്റെ പ്രവൃത്തി എന്നല്ലാതെ അതിലെനിക്ക് പിന്നീട് പറയാൻ ഒന്നുമില്ല. കാരണം എന്റെ പിറകിൽ എനിക്ക് നോക്കുമ്പോൾ ആകെക്കൂടെ എനിക്കുള്ള ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രം ദൈവം തന്നതാണ് ഇതൊക്കെ. അതെനിക്ക് എവിടെയും പറയാൻ പറ്റും. കാരണം വിദ്യാഭ്യാസമില്ല, പിന്നെ പാരമ്പര്യ മഹിമയില്ല, പിന്നെ ജനിച്ചു വളർന്ന ഒരു ചേരിയില് ജാതി കൊണ്ട് ഒന്നുമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ജ്ഞാനികളുടെ മുമ്പേ ദൈവം പോഷത്വമുള്ളതിനെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഉള്ള ഒരാളാണ് ഞാൻ. എന്നെ ദൈവം തിരഞ്ഞെടുത്തു. അതില് ദൈവത്തിന് എനിക്ക് സ്തോത്രം. അഭിമാനമുണ്ട്. സിസ്റ്ററെ, നിറഞ്ഞ കണ്ണുകളോട് കൂടെ മാത്രമേ സിസ്റ്റർ വാക്കുകൾ കേൾക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ഞാനൊരു എന്താ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണുനീരിനെ അടക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ എനിക്ക് തോന്നുന്നു, പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ആസാദിയിൽ സാക്ഷ്യങ്ങൾ കൊണ്ടുവരാൻ എന്തിനാണ് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പലപ്പോഴും പറയുന്നത്, ഈ ദൈവമക്കളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ പണ്ടേ ഞാനിരുന്ന് കരയുമായിരുന്നു. അപ്പോൾ കർത്താവ് അത് കണ്ടു കാണും. ഈ പുള്ളിയെ കൊള്ളാം, ദൈവത്തിന് സ്തോത്രം, എൻ്റെ കണ്ണുകൾ നിറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാനിപ്പം ഓർക്കുകയാണ്, ഇന്നും ഒരു അവാർഡ് കിട്ടിയല്ലേ? ഇന്ന് ഗ്രാമീണ ബാങ്കിന്റെ വനിതാ ദിനത്തോടനുബന്ധിച്ച് അവരുടെ വനിതകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളെ എന്നെ മാത്രമല്ല, ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് കുറച്ചുകൂടി സന്തോഷമുണ്ട്. കാരണം ചെങ്കൽച്ചുളയിലെ ഒരു 10 വനിതകളോടൊപ്പം എനിക്കത് വാങ്ങാൻ പറ്റി. അത് വളരെ അഭിമാനമാണ്. ആ 10 വനിതകൾ 10 മേഖലയിൽ നിൽക്കുന്നവരാണ്. 10 മേഖല. ഒരു ഡോക്ടറുണ്ട്, ഒരു പിന്നെ ബോക്സിംഗ് താരമുണ്ട്, 2 അധ്യാപകരുണ്ട്, ഏറ്റവും പ്രായം കൂടിയ ഒരു അമ്മയുണ്ട്, പിന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥ. അതൊക്കെ ചെങ്കൽച്ചുള്ളിൽ നിന്നുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം അഭിമാനമാണ് എനിക്ക്. കാരണം അവഗണിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്നും, മാറ്റി നിർത്തപ്പെട്ടവരുടെ ഇടയിൽ നിന്നും, അവിടെ നിന്നൊക്കെ നമ്മളെ ആരും ഉയർത്തിക്കൊണ്ടുവന്നു. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഇത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ പാസ്റ്റർ പറഞ്ഞ കണ്ണും നെഞ്ചും മനസ്സും എല്ലാം അങ്ങ് നിറഞ്ഞു പോകും. ചെങ്കൽച്ചൂളയുടെ മാറിയ മുഖത്തിൻ്റെ അല്ലേ ആ അനുഭവങ്ങൾ ദൈവം അവിടുന്ന് ബോക്സിംഗ് താരം, അവിടുന്ന് അധ്യാപകര്, അവിടുന്ന് ഡോക്ടേഴ്സ്, ഫുട്ബോൾ പ്ലെയർ, ഡോക്ടർ, സിനിമാ താരങ്ങള്, ഇതൊക്കെ അഭിമാനമാണ്. കാരണം ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഞങ്ങളുടെ തലമുറകൾ ഇരിക്കുന്നത് കാണുമ്പോൾ അത് മനസ്സിനകത്ത് അത് പ്രത്യേകതരം സന്തോഷമാണ്. കാരണം അത്രമാത്രം സ്ട്രഗിൾ ചെയ്താണ് ഓരോരുത്തരും മുൻപിലോട്ട് വന്ന. ഇന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇന്ന് ചെങ്കൽച്ചുളയ്ക്ക് ഇന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയും, ചെങ്കൽച്ചുളയ്ക്ക് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഒന്ന്, ഈ ചെങ്കൽച്ചുളയിലുള്ള ഒരു ഏകദേശം ഒരു 10, 30, 35 വർഷങ്ങൾക്ക് മുമ്പ്, 35 വർഷമല്ല, അതിനു മുമ്പേ എനിക്കിപ്പോൾ 50 വയസ്സാകാൻ പോവുകയാണ്. അപ്പൊ എന്റെ അറിവുവെച്ച കാലം തൊട്ട് ഇവിടെ കുറച്ച് ആൾക്കാരെ ദൈവത്തെ അറിഞ്ഞവരുള്ളൂ. അപ്പൊ അത് TPM പോകുന്ന ഒരു 5-6 കുടുംബങ്ങളേ ഉള്ളൂ. അപ്പൊ അവരുടെയൊക്കെ പ്രാർത്ഥനയും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അന്നൊരു പരിഹാസവും കളിയേക്കലൊക്കെ ആയിരുന്നു കുട്ടികളുടെ ഇടയിൽ. കാരണം അവരുടെ ഒരു പ്രത്യേകതര ശൈലിയിലുള്ള പ്രാർത്ഥന, ആര് ശ്രദ്ധിക്കുന്നു, ആര് നോക്കുന്നു എന്ന് അവർ നോക്കാറില്ല. അവർ ദൈവത്തെ ഭയങ്കരമായിട്ട് കൈയടിച്ച് മഹത്വപ്പെടുത്തുന്ന വേറെ ഒരു വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വരുന്നു. ഇതൊക്കെ ഞാനും ഒരു കാലത്ത് കളിയാക്കിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ വാക്കും ആ ഭാഷയുടെയൊക്കെ അർത്ഥം ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ദൈവം അത്രമാത്രം ദൈവം അവരുമായിട്ടുള്ള ഒരു ബന്ധമാണെന്നുള്ളത്. കാരണം ഇന്ന് ഒരു ധനുജകുമാരിയാണ് ചെങ്കൽച്ചുളയിൽ അറിയപ്പെടുന്നതെങ്കിൽ അതിനു മുമ്പേ സ്വർഗത്തിലെ ദൈവം ഒരുപാട് പേരുടെ കണ്ണുനീരി മണൽ വീണിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരാൾക്കാർ വരണമെങ്കിൽ അതിന്റെ പിന്നില് കണ്ണുനീരും പ്രാർത്ഥനയാണ് ഫസ്റ്റ്, തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഒരു, ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞുനാളിൽ ഞാൻ അതാണ് കണ്ടിട്ട്. പിന്നെ ഒരു അപ്പച്ചൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയിൽ ജോലിയുള്ള ഒരു അപ്പച്ചൻ വരും, ഒരു തമിഴ് അപ്പച്ചൻ, എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല. അപ്പച്ചൻ വരെ നല്ല പാട്ടുകൾ പാടും. അപ്പച്ചൻ കുറച്ച് മുട്ടായിക്ക് കുട്ടികൾ കൊണ്ടുവരും. കാരണം വലിയവരാരും കേൾക്കാതിരിക്കാമല്ലോ, നമ്മളൊക്കെ കേൾക്കാതിരിക്കും. അപ്പം അപ്പച്ചൻ വരുമ്പോ ഈ പാട്ടും മുട്ടായൊക്കെ തരും. പിന്നെ ഞങ്ങള് കുറച്ച് പൈസയൊക്കെ തരും അപ്പച്ചൻ, നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ട് മാത്രം അപ്പച്ചനെ കേട്ടില്ല. പിന്നെ ഞാൻ 1991 എന്റെ വിവാഹം കഴിയുന്നത്. ആ കാലത്തിലൊക്കെ ഇവിടെ കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വന്നു. കുറെ ദേവദാസന്മാര് വന്നു. ഇതിനകത്ത് അവർ പ്രാർത്ഥിക്കാനും കരയാനും ഒക്കെ തുടങ്ങി. സാമുവൽ എന്ന് പറഞ്ഞ എന്റെ ഭർത്താവിന്റെ ഒരു മാമനാണ്, രേലീസ് പാസ്റ്റർ, ദാസ് പാസ്റ്റർ, മനുവൽ അപ്പച്ചൻ, ജോർജ് പാസ്റ്റർ. ജോർജ് എന്ന് പറയുമ്പോൾ എന്റെ അമ്മയുടെ ഒരു ബ്രദറാണ്. പുള്ളിയാണ് മരിച്ചുപോയി, ഇന്നില്ല. പുള്ളിയാണ് മണിയറവാസം എന്ന് പറഞ്ഞ സോങ് ഒക്കെ എഴുതിയ ഒരാളാണ്. പുള്ളി മരിച്ചുപോയി. അപ്പൊ പിന്നെ ജോർജ് പാസ്റ്റർ,
പിന്നെ ഉണ്ണി പാസ്റ്റർ, ബാബു പാസ്റ്റർ, പിന്നെ വേറൊരു ബാബു പാസ്റ്റർ, ഇപ്പൊ എടുത്തു പറയും ഇങ്ങനെ കുറെ പാസ്റ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഒരു ആ, ദൈവ ദൈവ ആലയത്തിന് വേണ്ടി മാത്രം തുറന്നിട്ടൊരു സ്ഥലം പോലെയായി ചെങ്കൽച്ചുള. ഒരു കാലത്ത് കുപ്രസിദ്ധി ആർജിച്ച സ്ഥലം പിന്നെ 11 ചർച്ച് കൊണ്ട് നിറഞ്ഞു. ഒരു കത്തോലിക്ക സഭ ഉൾപ്പെടെ 11 ചർച്ച് ചെങ്കൽച്ചുളയ്ക്കകത്തുണ്ടെന്ന്. അപ്പൊ അതൊക്കെ ഇതിനേക്കാൾ ദൈവത്തിന് അഭിമാനമുള്ള കാര്യമാണ്. അതെ അതെ, തോമസ് പാസ്റ്ററുടെയൊക്കെ ടെസ്റ്റ് പണി നമ്മൾ കേട്ടു. ആ സമയത്ത് ഞങ്ങൾ പറയാനിടയായി തീർന്നു. ശരിക്കും പ്രാർത്ഥനയും ദൈവിക അന്തരീക്ഷവും മാറ്റിയെന്ന് തെളിവ് നൽകാൻ പറ്റുന്നൊരു സ്ഥലമാണ് നിങ്ങളുടേത്. അങ്ങനെയൊക്കെ പത്രങ്ങളിലൊക്കെ അങ്ങനെ എഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രശാന്ത് പാസ്റ്റർ നമുക്ക് അവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ചുളയിൽ നിന്ന് ദേവദാസന്മാർ സാക്ഷ്യങ്ങൾക്ക് വന്നു. ദൈവത്തിന് ദേവദാസന്മാരുടെ ഓരോ ദിവസം ദൈവദാസന്മാർ എഴുന്നേൽക്കുന്ന ഒരു സ്ഥലമായി തീർന്നിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പോവുകയും അവർ സാക്ഷ്യം പറയുകയും അവരുടെ വചനങ്ങൾ കേൾക്കുക, അവരുടെ മേലുള്ള കൃപ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരും ഈ കോളനിയുടേതായ കുറെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയവരാണ്. അവർക്കൊക്കെ ഇന്ന് ക്രിസ്തുവിന്റെ സ്നേഹം ഇത്രയൊക്കെ അവരെ മാറ്റിയെങ്കിൽ അതിൽ പിന്നെ നമുക്ക് വേറൊന്നും പറയാനില്ലല്ലോ. സുവിശേഷം മാറ്റിയ ഒരു ദേശം. ചെങ്കൽച്ചുള യേശുവിനായ ഒരു ടീമുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, കാരണം ഇന്നിവിടെ ഞായറാഴ്ചകൾ ആരാധന കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ചർച്ച ആണെങ്കിലും അവരുടേതായ വാഹനങ്ങളിൽ അവര് ഓരോ സ്ഥലത്ത് പോവുകയാണ് സുവിശേഷം അറിയിക്കാൻ. അത് കാണും ഭയങ്കര അഭിമാനം. ദൈവത്തിൻ്റെ സ്തോത്രം. സിസ്റ്ററെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ദൈവത്തിൻ്റെ ടൈമിങ്ങിലാണ് നമ്മൾ ഈ സാക്ഷ്യം കൊണ്ടുവന്നത്. കാരണം 1-1.5 വർഷം മുമ്പ് വിളിച്ചായിരുന്നെങ്കിൽ അന്ന് സിസ്റ്റർ പറയുന്ന ഈ അനുഭവങ്ങളിൽ ദുബൈ പോയ ആ അനുഭവം അത് വരത്തില്ല. ഇന്ന് അവാർഡ് കിട്ടി. ഇന്ന് മാത്രമല്ല, ഒത്തിരി അവാർഡുകൾ കിട്ടി. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 9ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് അതാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അല്ലേ? 9 വരെ. 9ാം ക്ലാസ്സിൽ വരെ പഠിച്ച ആളിൻ്റെ പുസ്തകം ഇന്ന് MA പിള്ളേർ പഠിക്കുന്ന പുസ്തകമായി മാറിയിരിക്കുന്നു. അത് ഭയങ്കര അത്ഭുതമല്ലേ? അത്ഭുതമാണ് പക്ഷേ, അത് അത്ഭുതമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാത്തിനും മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന ഒരാളാണ്. കാരണം എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ചെങ്കൽച്ചുളയിൽ ഒരു സാക്ഷ്യമില്ലാത്ത ജീവിതമാണ്. ഞാൻ ഇതിനുള്ള യോഗ്യതയുള്ള ആളല്ല. എവിടെ നോക്കിയാലും എടുത്തുചാട്ടക്കാരിയായിരുന്നു. ആരോടും എന്തും എടുത്തെറിഞ്ഞ് സംസാരിക്കുന്ന ആളാണ്. എല്ലാവരുടെയും ഒറ്റപ്പെട്ട ഒരാളാണ്. കാരണം എനിക്ക് അത്രമാത്രം പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ നിൽക്കുമ്പോൾ, കാരണം പക്വതയില്ലാത്ത പ്രായത്തിൽ വിവാഹം കഴിയുന്നു, 16 വയസ്സിൽ കല്യാണം കഴിയുന്നു. ഹസ്ബൻഡിന് അന്ന് 19 വയസ്സ്, പുള്ളി ഒരു ഡാൻസർ ആയിരുന്നു. 18 വയസ്സായപ്പോൾ 2 കൈക്കുഞ്ഞുങ്ങൾ. എന്റെ മൂത്തവന് 1 വയസ്സായപ്പോൾ ഞാൻ 13 വീട് മാറി. 1 വർഷം 12 മാസമേ ഉള്ളൂ, പക്ഷെ ഞാൻ 13 വീട് മാറി. കാരണം വാടക കൊടുക്കാനില്ലാതെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ പോയി ഒരാൾ ഒരിക്കൽ പോലും ദൈവം ഒരാളെ മാറ്റുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോ ജോലി സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദേഹത്തൊക്കെ നുള്ളി നോക്കും. ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ്, അത് സ്വപ്നമാണോ എന്ന് ഞാൻ നോക്കും. കാരണം സ്വപ്നമാണെങ്കിൽ എനിക്ക് സന്തോഷം. കാരണം ഈ ഉറക്കം തന്നെ ആയിരിക്കട്ടെന്ന് ആഗ്രഹം. കാരണം എന്റെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് ഇപ്പൊ എന്റെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരുന്നത് ഓരോ ദിവസം. കാരണം ഓരോ ദിവസം എന്നെ ദൈവം എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്. കാരണം ഈ ആസാദി എന്ന് പറഞ്ഞൊരു ചാനലിൽ തന്നെ എനിക്ക് ഈ ചാനലിനെ കുറിച്ച് എന്റെ ഈ ബുക്ക് ഇറങ്ങിയപ്പോ കുറച്ച് പിന്നെ ഈ യൂട്യൂബിലൊക്കെ ഇത് ഇങ്ങനെ ആയപ്പോ എന്നെ ഗ്രേസ് എന്ന് പറഞ്ഞൊരു ആന്റി അമേരിക്കയിൽ നിന്ന് വിളിച്ചു, ഒരു കോള് ചെയ്തു. അപ്പൊ അവരെന്റെ പുസ്തകം കണ്ടിരുന്നു. അപ്പൊ അവര് പലപ്പോഴും നിങ്ങളുടെ ചാനലിനെ കുറിച്ച് എന്നോട് ഇങ്ങനെ പറയും, സിസ്റ്ററെ ഞാനിങ്ങനെ ആസാദി ചാനലിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ എനിക്കൊരു അഭിമാനം. ഞാൻ ഇടയ്ക്ക് എന്റെ വീട്ടിലും പറയാം, എന്നെ ആസാദി ചാനലിൽ വിളിക്കും, ഞാൻ ഇന്റർവ്യൂ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക്, കാരണം ഒരു ചെങ്കൽച്ചുളക്കാരിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം ഒരേ സമയം ലോകവും ഒരേ സമയം ദൈവമക്കളും അംഗീകരിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റുള്ളവർക്ക് പറ്റില്ല പാസ്റ്റർ. അത്ര എനിക്കത് എങ്ങനെ പറയണമെന്നാണ്. കാരണം നമ്മളെ ദേശത്ത് ഒരുപാട് പ്രതിഭകളുണ്ട്, ഒരുപാട് പ്രഗത്ഭരുണ്ട്. പക്ഷെ ചെങ്കൽച്ചുള എന്ന് പറയുമ്പോൾ ദൈവം എന്നെ ഒരു അടയാളം ആക്കി തീർത്തു, ഒരു അടയാളം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു വിദ്യാഭ്യാസം ഇല്ല, ജാതി മഹിമയില്ല, സ്വഭാവം ദൈവത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാൾ. പക്ഷെ എങ്കിലും ഒരു എടുത്തുചാട്ടക്കാരിയാണെങ്കിൽ പോലും ദൈവം എന്നെ കണ്ടു, എന്നെ സ്നേഹിച്ചു. ദൈവത്തിന്റെ കൃപ, ദൈവം എന്നിൽ ആ ഒരു, എനിക്കറിയില്ല ദൈവത്തിന്റെ സ്നേഹം അല്ലാതെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു നന്മയും ഇല്ല. ഈ MAയുടെ പാഠപുസ്തകമായത് ഈ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നില്ലയോ? അതെ അതെ. അതായത് ഈ അക്കാഡമിക് ഇയറിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയോ? കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളാണ്. കണ്ണൂരിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും 2 യൂണിവേഴ്സിറ്റികൾ
യൂണിവേഴ്സിറ്റികളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നന്ദി കരയറ്റുക. അപ്പോൾ സിസ്റ്ററുടെ ജീവിതാനുഭവങ്ങളെല്ലാം കേൾക്കണം. ആ പുസ്തകത്തിൽ ജീവിതാനുഭവങ്ങളാണ് കൂടുതൽ പറഞ്ഞത് അല്ലേ? ജീവിതാനുഭവങ്ങളുണ്ട് പക്ഷേ, പിന്നെ അത് പോയിട്ട് ഞാൻ അടങ്ങുന്ന ഒരു സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളും കൂടിയാണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. എന്റെ മാത്രം ഒരു ആത്മകഥ അല്ല. ചെങ്കൽച്ചുളയിലെ ജീവിതം ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയതെങ്കിലും അതിൽ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് വന്ന അല്ലെങ്കിൽ എന്നെ ചേർത്ത് പിടിച്ച എന്റെ ചെങ്കൽച്ചുള എന്നെ ജീവിക്കാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പേ സംസാരിക്കാനും നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച ഒരു ചെങ്കൽച്ചുളയുണ്ട്. അപ്പം മാറ്റി നിർത്തപ്പെട്ട ഒറ്റപ്പെട്ട കുറെ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം. അപ്പൊ ഞാൻ അവരെയും കൂടെ ഉൾക്കൊണ്ട് അവരാണ് ഞാനാണ് അവര്, അപ്പം ഞങ്ങളാണ്. അപ്പൊ എനിക്കതില് മാറ്റി നിർത്താൻ അവരെ പറ്റില്ല. അതാണ് എന്റെ ലൈഫ് സ്റ്റോറി. ഒരു പുസ്തകം എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സാഹിത്യവാസന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിചയം അതെവിടുന്ന കിട്ടിയത്? അങ്ങനെ നമ്മൾ മറ്റ് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നോ, അതോ സ്വതസിദ്ധമാകുന്ന ജന്മസിദ്ധമാകുന്ന ഒരു വാസനയായിരുന്നു? എങ്ങനെയാ സിസ്റ്റർ സത്യത്തിൽ പുസ്തകം എഴുതുക ചെറിയ കാര്യമല്ല സിസ്റ്റർ, അത് എങ്ങനെയാ അത്? ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എന്ത് പറയാം, ഞാന് പഠിച്ചത് ഒരു 3-4 സ്ഥലത്തായിട്ടാണ് പഠിച്ച. അപ്പൊ അങ്ങനെ പറയുമ്പോ എല്ലാരും വിചാരിക്കും അച്ഛന്റെ അമ്മയുടെയൊക്കെ ജോലി സംബന്ധിച്ച് അവരിങ്ങനെ ട്രാൻസ്ഫർ ആയി മാറിപ്പോകുന്നതിനനുസരിച്ച് നമ്മളും കൂടെ പോയി പഠിക്കുന്നത്. അങ്ങനെയല്ല. അച്ഛനൊരു ചുമട്ട് തൊഴിലാളിയായിരുന്നു, അമ്മ ഒരു ഹൗസ് വൈഫായിരുന്നു. പക്ഷെ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, ഇവര് തമ്മിൽ പിണങ്ങും. ഈ പിണക്ക് 1 വർഷം 2 വർഷം നീണ്ടു നിൽക്കും. അപ്പൊ ചെങ്കൽച്ചുളയിലാണ് ഞങ്ങൾ താമസിക്കുന്ന. പപ്പയും അമ്മയും പിണങ്ങുമ്പോ അമ്മ കോൺക്രീറ്റ് പണിക്ക് പോകും. അപ്പൊ അന്നത്തെ കാലത്ത് ഇവിടെ കോൺക്രീറ്റ് പണിക്ക് പോകണമെങ്കിൽ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കണം, എങ്കിൽ മാത്രമേ ഇവർക്ക് ജോലി കിട്ടുള്ളൂ. അപ്പൊ ആ സമയങ്ങളിൽ പെൺകുട്ടിയായ എന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അമ്മ എന്നെ ബോർഡിങ് കൊണ്ടാക്കും. അപ്പൊ ഈ ബോർഡിങ് നിൽക്കുന്ന ഞാൻ 1-2 വർഷം നിൽക്കുമ്പോൾ ഇവര് വീണ്ടും സ്നേഹത്തിലാകുമ്പോൾ എന്നെ നേരെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വരും. ഇതാണ് എന്റെ പഠനം ഈ 3-4 സ്ഥലത്താവാനുള്ള കാര്യം. അങ്ങനെ ഞാൻ 4-5 ക്ലാസ്സുകളിൽ പഠിച്ചത് കൊല്ലത്തുള്ള ഒരു CSIയുടെ ഒരു ബോർഡിങ്ങിലാണ് പഠിച്ചത്, ഒരു CSIയുടെ ബാലികാ മന്ദിരം. അവിടത്തെ ഒരു നല്ല പാഠമാണ് എന്നെ ഒരു എഴുത്തിന്റെ വഴിയിലോട്ട് എന്നും പറഞ്ഞ് ഞാൻ എഴുത്തുകാരി ആയിട്ടില്ല ഞാൻ പറയുന്നത്. കാരണം അവിടെ നമ്മൾ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള ബോർഡിങ്ങാണ്. അപ്പം അവിടെ നമ്മൾ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികളോട് പറയും, നിങ്ങളുടെ ബുക്കിലൊക്കെ ഒന്ന് എഴുതി വെക്കാൻ പറയും. ഇന്ന് ചെയ്യുന്ന എന്ത് കാര്യം നിങ്ങൾ എന്ത് ചെയ്തു, നാളെ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ആ കാര്യം നോക്കിയിട്ട് നമുക്ക് തിരുത്താൻ പറ്റിയത് നിങ്ങൾ ശരിയിടുക, തിരുത്താൻ പറ്റാത്തത് ഇങ്ങനെ ഇടുക എന്ന് പറയും. ഞാൻ എഴുതുന്ന ഒരു 4-5 കാര്യം, ഒരു കുട്ടിയുടെ ബുക്ക് കീറി, അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് അവൾക്ക് അടി വാങ്ങി കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ ആ ബോക്സ് എടുത്ത് മാറ്റി വെച്ചു, ഈ 4-5 കാര്യം ഒരിക്കലും എനിക്ക് തിരുത്താൻ പറ്റില്ല. കാരണം കുട്ടിയല്ലേ, നാളെ ഞാൻ അത് തന്നെ ചെയ്യും. പക്ഷെ ആ എഴുത്ത് ഞാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എഴുതുന്ന ആ എഴുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടുന്ന് ഇവിടെ വന്നിട്ടും ആ എഴുത്തിന് ഞാൻ കൂടെ കൂട്ടി. അപ്പം ഒരിക്കലും എനിക്ക് അങ്ങനെ എഴുതാനുള്ള ഒരു ഡയറിയോ ഒരു പേനയോ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു മുറിയോ ഒന്നും ഇല്ലാത്ത ഒരു ആ കാലഘട്ടത്തിലൂടെ ഞാൻ വന്നത്. അപ്പൊ എനിക്ക് ആ എഴുത്ത് ഇഷ്ടമുള്ള, അന്നൊക്കെ ആ കാലത്തൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ നമ്മളെ അരിയൊക്കെ വാങ്ങാനൊക്കെ പലവ്യഞ്ജന കടകളിലൊക്കെ പറഞ്ഞു വിടും. അപ്പം ഒരുപാട് ഞാൻ എഴുതിയിട്ടുള്ളത് എഴുതിയ അക്ഷരങ്ങളുടെ പുറത്തൂടെ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ഞാൻ. കാരണം ആ കൊണ്ടുവരുന്ന പേപ്പർ എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും എനിക്ക് അറിയാം. അപ്പൊ ഈ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ഈ ചണം ചരടുണ്ടല്ലോ, അത് നൂല് വെച്ചാണ് ഈ അരിയൊക്കെ പൊതിഞ്ഞ് നിന്ന് വിടുന്നത്. അതിങ്ങനെ മാറ്റി മാറ്റി വീട്ടിൽ വരുമ്പോഴത്തേക്ക് വായിച്ചു തീരും. അത്ര ആർത്തിയോടെ ഞാൻ വായിക്കും. അത് അമ്മ കഞ്ഞി വെക്കാൻ അരി എടുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പേപ്പർ ഇട്ട് അത് കത്തിക്കും. ചിലപ്പോൾ ഇതിന്റെ പുറത്തൂടെ എന്തെങ്കിലും തോന്നുമ്പോൾ പെൻസിൽ വെച്ച് എഴുതുക, അതങ്ങ് പോകും. അതായിരുന്നു എൻ്റെ ഒരു എഴുത്തിന്റെ ഒരു ശീലം. പക്ഷെ എഴുത്ത് ഞാൻ ഇഷ്ടപ്പെടും, എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ചെങ്കൽച്ചുളക്കാർക്കൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്ത വലിയ വലിയ ലൈബ്രറിയൊക്കെ, ഞങ്ങൾക്കൊക്കെ അവിടെ കയറാൻ പാടില്ല, ചേരിയിലെ കുട്ടികളല്ലേ. അതുകൊണ്ടിട്ട് ഞങ്ങളെയൊന്നും അവിടെ ആരും അടുപ്പിക്കാറില്ല. വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മളെ അവിടെ ആരും അടുപ്പിക്കാറില്ല. പിന്നെ അന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ആക്രി കച്ചവടത്തിനൊക്കെ പോകുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് വീടുകളിൽ പോയിട്ട് ഒരു 2-3 വർഷമായ ബുക്കുകളൊക്കെ ഇവര് വാങ്ങിക്കൊണ്ട് ആക്രി കച്ചവടത്തിനായിട്ട് ഇവര് മേടിച്ചുകൊണ്ട് വരും ബുക്കുകളൊക്കെ. അവരെ വാങ്ങിക്കൊണ്ട് ആ പുസ്തകങ്ങളെ ബാലരാമ, പൂമ്പാറ്റ, വനിത, നാന, ചലച്ചിത്രം, മംഗളം, മനോരമ, ഇതൊക്കെ ഞാൻ ഒറ്റയടിക്ക് എടുത്ത് വെച്ച് ഞാനത് ഈ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. തിരിച്ച് അമ്മച്ചിമാർക്ക് തന്നെ കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം മാത്രമാണ് പിന്നെ എനിക്ക് വായനയിലുള്ളത്. വായിക്കാൻ എനിക്കറിയാവുന്ന അങ്ങനെ ഒരു അനുഭവമായിരുന്നു.
പിന്നെ എനിക്ക് വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. പപ്പ ഞാൻ നേരത്തെ ചുമട്ട് തൊഴിലാളി ആയതുകൊണ്ട് അവിടുന്ന് പത്രം കൊണ്ടുവരും. പിന്നെ അവിടുന്ന് കേരള ശബ്ദം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ മാസികകൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് എൻ്റെ വായനയുടെ ഒരു ഇത്. ഇപ്പൊ ഒരു എഴുത്തുകാർ ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ പറയാൻ അറിഞ്ഞൂടാ. ഇനി ഒരു എഴുത്തുകാരുടെ പുസ്തകം നേരിച്ച് വായിക്കുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം ഏതെന്ന് എന്നോട് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഒറ്റ പുസ്തകം ലോകത്തുള്ള അത് ബൈബിൾ. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം ബൈബിളാണ്. ഞാൻ ഇത് വെറുതെ പറയുന്നില്ല. മാർവാനീസ് കോളേജിൽ ഉദ്ഘാടനവും ഞാൻ അവരോട് പറഞ്ഞു. അവരെന്നോട് ചോദിച്ചു ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് നിങ്ങളൊരു എഴുത്തുകാരനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ അങ്ങനെ കിട്ടിയിട്ടില്ല. കുറെ നോവലുകളൊക്കെ പറയാൻ എനിക്ക് പറ്റുമായിരിക്കും, അല്ലാതെ എനിക്ക് വേറെ ഒരു കാര്യം പറയാൻ പറ്റുന്ന ആളല്ല. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം എന്നും പറഞ്ഞ് ബൈബിൾ ഇന്നേ വരെ മുഴുവനായിട്ട് വായിച്ചു തീർത്തിട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കള്ളം പറയാൻ പാടില്ലല്ലോ. എങ്ങനെ നമ്മൾ അടുക്കും ചിട്ടയോടെ ഒരുമിച്ച് നമുക്ക് ബൈബിള് ഒരുമിച്ച് ഒരു ബൈബിൾ അങ്ങനെ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരാളുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ എൻ്റെ മനസ്സിന് കൂടുതലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ കേൾക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് അധ്യായങ്ങളൊക്കെ ഞാൻ വായിച്ചു തീർക്കാറുണ്ട്. ബൈബിൾ വായിക്കുന്ന ഒരാളാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ജ്ഞാനിയാക്കുമെന്നില്ല. ദൈവത്തിന്റെ വചനം തരുന്നത് ജ്ഞാനം വേറെ എവിടുന്ന് കിട്ടാനാണ്? അതെ അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഞാൻ പള്ളിയിലായിരുന്നാലും വചനം പറയുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം എടുത്ത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ബൈബിളിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വായന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുള്ള ഒരാളല്ല. അപ്പൊ പിന്നെ ഒരാളുടെ പുസ്തകം പറയാൻ എനിക്ക് ഇങ്ങനെ പറയാൻ ഒരാളില്ല. ഞാൻ സത്യമായി പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകം എന്ന് കേട്ടാൽ ബൈബിൾ ആണെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർവാനീസ് കോളേജിലായിരുന്നത്. അതെങ്ങനെ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ വായന ഞാൻ പറഞ്ഞില്ല, ആ എഴുത്ത് വായന എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നു. അന്നും എഴുതി വെക്കാറില്ല. ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ നോട്ട് ബുക്കിൽ. അപ്പൊ നമുക്കന്ന് ഒരു നോട്ട് ബുക്കൊക്കെ കാണുള്ളൂ. 6-7 വിഷയം ഒരു നോട്ട് ബുക്കിൽ എഴുതി പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കാരണം അന്നത്തെ ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു എഴുത്തും വായന ഇത് എഴുതി വെക്കണം എന്നുള്ള ശീലമൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു എഴുത്തുകാരിയല്ല. പിന്നെ ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം അത്യാവശ്യം നമ്മുടെ ഒരു കോളനി പ്രദേശമാണല്ലോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇവിടെ നിന്നുള്ള ആൾക്കാർ പരാതിയായിട്ട് നമ്മളൊക്കെ പോകാറുണ്ടല്ലോ. അങ്ങനെ പരാതി പോകുമ്പോൾ ആ പരാതിക്കാർക്ക് ഒരു പരാതി എഴുതി കൊടുക്കുന്ന ഒരു എഴുത്തുകാരിയായി മാറി. പിന്നെ പെറ്റീഷനൊക്കെ എഴുതുന്ന ഒരാളായി മാറി. അങ്ങനെയാണ് പിന്നെ എൻ്റെ ആ എഴുത്തിന്റെ ഒരു ബലം എന്ന് പറഞ്ഞത്. ഒരിക്കൽ പോലും ഒരു എഴുത്തുകാരി ആവുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ അനുഭവങ്ങൾ എഴുതി വെക്കണം, ആ ഒരു പുസ്തകമാക്കണം, പ്രസിദ്ധീകരിക്കണം ഒന്നും എൻ്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. പിന്നെ അന്നും ഇന്നും അത്യാവശ്യം പ്രാദേശിക കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഈ ചെങ്കൽസുളയെ സംബന്ധിച്ച് ഒരു ആൾക്കാർ ഇങ്ങനെ നമ്മുടെ കോളേജിൽ ദിനം പ്രതി വരാറുണ്ട്. അന്നും ഇന്നും വരാറുണ്ട്. വന്നിട്ട് അവരുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടോ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ ഈ ചെങ്കൽസുളയൊക്കെ വന്ന് നോക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ വളരെ ഓരോ കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഡ്രെയിനേജിന്റെ കാര്യം, വീടിന്റെയൊക്കെ കാരണം ഇവിടെ നമ്മുടെ ചെങ്കൽച്ചുള എന്ന് പറയുമ്പം ഫ്ലാറ്റുകളാണ്, ഫ്ലാറ്റ് സമുച്ചയമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതില് ഫ്ലാറ്റ് എന്നുള്ള പേരേ ഉള്ളൂ. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്ന വീടുകളും ഡ്രൈനേജ് ഒക്കെ അതിനകത്തൂടെ പൊട്ടി ഒഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വരുന്ന ഓരോരുത്തരും ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ഒക്കെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാർ വരുമ്പോൾ ഇവിടെയുള്ള അമ്മമാരൊക്കെ കാര്യം പറയും. ഇത് എനിക്ക് കണ്ടും കേട്ടും ഞാൻ മടുത്തു. ഒരു 2011 ഇടം സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി യൂണിറ്റിൽ ഇറങ്ങി അതാത് പ്രദേശങ്ങളിൽ പോയി ആ പ്രോഗ്രാം ചെയ്യണമെന്ന് കുറച്ച് ആൾക്കാർ എഴുത്തുകാരിവിടെ വന്നായിരുന്നു. അപ്പൊ ആ കൂട്ടത്ത് അവർ എന്നെയും കണ്ടു. അവരോട് ഞാൻ വളരെ ദേഷ്യത്തിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വരും, ഇവിടെ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരും, നിങ്ങൾ പഠിക്കും, നിങ്ങൾ അത് കഴിയുമ്പോൾ പോകും. കോളനിക്കാരെ തിരിഞ്ഞു നോക്കാറില്ല. കോളനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്. ഈ കോളനി താമസിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീടുകൾക്കൊന്നും നമ്മളൊരു കൈവശ സർട്ടിഫിക്കറ്റോ നമ്മുടെ പേരിൽ കരമോ പ്രമാണമോ ഒന്നുമില്ല. ആകെ കൂടെ ഉള്ളത് ഒരു വോട്ടർ ID മാത്രമാണ്. കാരണം ഒരു വോട്ട് ബാങ്കാണ് ചെങ്കൽച്ചുള. കാരണം തമ്പാനൂർ വാർഡ് എന്ന് പറയുമ്പോൾ ചെങ്കൽച്ചുളയാണ് വോട്ടർമാർ ഒരുപാടുള്ളത്. അപ്പൊ അങ്ങനെ മാത്രം കാണുന്നൊരു അതായതുകൊണ്ട് ഞാൻ വളരെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം, ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമത അവരോട് പറയും. അപ്പൊ അതില് ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, PP സത്യൻ എന്ന് പറയും. മാധ്യമത്തിലേക്ക് എഴുതിക്കൊണ്ടത് വലിയൊരു എഴുത്തുകാരനാണ്. സത്യേട്ടനാണ് എന്നോട് പറഞ്ഞത്, ശരിയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും, ഞങ്ങളുടെ കഴിയുമ്പോൾ പക്ഷെ ഒരു കാര്യം എഴുതാൻ അങ്ങനെ ധനുജിക്ക് ഒരു പുസ്തകമാക്കി കൊടുന്ന് ചോദിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ട് പോകും, പക്ഷെ ഒരു പുസ്തകമാക്കി കഴിഞ്ഞാൽ വാക്കുകളേക്കാൾ അക്ഷരങ്ങൾക്ക് ശക്തിയുണ്ട്. അപ്പോൾ
അത് ആ പുസ്തകം ഒരു 100 പേര് വായിക്കും, 10 പേരുടെ മനസ്സിൽ അത് തട്ടും. ആ 10 പേർ ചിലപ്പോൾ നാളെ ഈ സമൂഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പുസ്തകമാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പം എഴുതാൻ താല്പര്യമുള്ള ഒരാളാണ്. പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാം ദൈവത്തിന്റെ ഒരു സമയം. പാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം എല്ലാം നമുക്ക് ഓരോരുത്തരായിട്ട് അയക്കുമല്ലോ. അതുപോലെ ചോദിച്ചു, എഴുതാൻ ഇഷ്ടമുള്ള ആളാണ്, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. പക്ഷെ എങ്കിലും നമുക്ക് ഇത്രയും വർഷത്തെ കാര്യം ഒരുമിച്ച് എഴുതാൻ പറ്റില്ലല്ലോ. ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുമില്ല. ആ പുസ്തകം എഴുതാൻ എന്നെ സഹായിച്ചത് വിജില എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. കുറച്ച് ഭാഗം ഞാൻ എഴുതി, കുറെ ഭാഗം അവരെ റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി ആ കുട്ടിയാണ് എഴുതിയത്. പക്ഷെ അതിൽ ഞാൻ ഒരു കാര്യം മാത്രം ആ കുട്ടിയോട് പറഞ്ഞിരുന്നു. എന്റെ പുസ്തകത്തിൽ ഞാൻ പറയുന്ന വാക്കുകൾ എന്റെ ജീവിതം, ചെങ്കൽ ചുള്ളക്കാരുടെ ജീവിതം. വിജില എന്ന് പറഞ്ഞ കുട്ടി ഒരു സാഹിത്യകാരിയാണ്. ഒരുപാട് പുരസ്കാരങ്ങളെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ വാക്ക് അതിൽ വരാൻ പാടില്ല. ഒരു 9ാം ക്ലാസ്സുകാരിയുടെ അനുഭവവും ഒരു 9ാം ക്ലാസ്സുകാരുടെ അക്ഷരവുമായിരിക്കും അതിൽ വരാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു സാഹിത്യം ആ പുസ്തകത്തിൽ വരാൻ പാടില്ല. പക്ഷെ ആ കുട്ടി അത് 100% സത്യസന്ധമായിട്ട് പുലർത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ചെങ്കൽ ചുളയിലെ എന്റെ ജീവിതം എന്ന ഈ ഒരു പുസ്തകം എനിക്ക് എഴുതാൻ കഴിഞ്ഞത്. അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് കട്ടിയായ മലയാളങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ കണ്ണുനീരിന്റെയും അവഗണനയുടെയും ഞങ്ങളെ നേടിയെടുത്ത വിജയങ്ങളെ, എല്ലാവരും ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഞങ്ങൾക്ക് ജയിക്കണമെന്നൊരു വാശി, അതിന് ഞങ്ങൾ എഴുതിയ ഒരു പുസ്തകം, ഞാൻ എഴുതിയ ഒരു പുസ്തകം, ഞാൻ അടങ്ങുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ്. അതൊരിക്കൽ പോലും 2 യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കുമെന്നോ ഒരു പാഠപുസ്തകമാകുമെന്നോ ഞാനത് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എല്ലാം ദൈവത്തിന്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം എത്ര നല്ലവനാണ്. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. സിസ്റ്ററുടെ അനുഭവങ്ങൾ കുറേ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ പറഞ്ഞെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ചേർത്തുകൊണ്ട് കേൾക്കാൻ ഇനി റെഡിയാണ്. ഇനി ഞങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിലേ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ സിസ്റ്ററിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ പറയാം, കുടുംബത്തെക്കുറിച്ച് പറയാം കേട്ടോ, മാതാപിതാക്കളെക്കുറിച്ചും സിസ്റ്റർ കുടുംബത്തെക്കുറിച്ചൊക്കെ പറയാം. സിസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞു ഒത്തിരി അവഗണനകൾ നേരിട്ട അനുഭവങ്ങളുണ്ട്, ലൈബ്രറി കടക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ഇൻ്റർവ്യൂ കേട്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്കും അല്ലേ അവർക്ക് കലാപരമായിട്ടൊക്കെ പഠിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർക്കൊക്കെ അവഗണന നേരിട്ട അനുഭവങ്ങളുണ്ട്, ഒത്തിരി അവഗണനകൾ. അപ്പോൾ അതാണ് സത്യത്തിൽ ജീവിതത്തിൻ്റെ തീ എന്ന് പറയുന്നത്. അകത്ത് കിടക്കുന്ന ഒരു അഗ്നി അല്ലേ, ആ അഗ്നിയുടെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ ഒരു കാട്ടുതീയാക്കാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. തീർച്ചയായിട്ടും ദൈവമാണ്. ഞാൻ പറഞ്ഞത് എന്തൊക്കെ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു മുന്നിലും പ്രവർത്തിക്കുന്ന ഒരാളുള്ളത് ദൈവം മാത്രമാണ്. എന്നെ സംബന്ധിച്ച്, കാരണം എനിക്ക് ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു മേഖലയൊന്നും ചിന്തിക്കാൻ, കാരണം ഈ പുസ്തകം 2 യൂണിവേഴ്സിറ്റികളായെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് കേരളത്തിനകത്തുള്ള പ്രഗത്ഭരായ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എന്നെ വീട്ടിൽ വന്ന് കാണുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പം അവരിൽ മിക്കവരും സംസാരിച്ച വാക്കുകൾ ഇങ്ങനെയാണ്. കാരണം ഒരു പാഠപുസ്തകത്തിൽ ഒരു 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒരു പുസ്തകത്തിൽ ഒരു എഴുത്തുകാരുടെ ഒരു വരി വരണമെങ്കിൽ അവര് പലരെയും സ്വാധീനിക്കും, ആ എഴുത്തുകാര്. പക്ഷെ ഇതെങ്ങനെ വന്നു എന്നോട് അവരിങ്ങോട്ട് ചോദിച്ചു, അത് MA-ക്കാര് പഠിക്കുന്ന പുസ്തകമായി മാറി എന്ന് പറയുമ്പോ ആരും പ്രൊമോട്ട് ചെയ്യില്ലാതെ ധനുജകുമാരുടെ പുസ്തകം എങ്ങനെ വന്നു. അതൊന്ന്. 2, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാരണം, ഗവർണർ എന്നെ വിളിക്കുന്നു, എന്നെ ഫോൺ ചെയ്യുന്നു, ഗവർണറെ വീട്ടിൽ ഞങ്ങളെ കുടുംബമായിട്ട് ക്ഷണിക്കുന്നു. സത്യം പറഞ്ഞ എന്റെ സാക്ഷ്യം പറഞ്ഞ എനിക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ എന്റെ ആയുസ് കൊണ്ടോ തീരുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോ ദിവസവും വ്യത്യസ്തമായ മേഖലയിൽ കൂടെ ഞാൻ പോകുന്നത്. എനിക്ക് ഓരോ ദിവസം ഞാൻ അറിയാത്ത വഴികളിൽ കൂടെ, പ്രഗത്ഭരുടെ കൂടെ, പ്രശസ്തരുടെ കൂടെ, ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെ വാഹനങ്ങളിലാണ് എന്നെ അവർ വന്ന് കൊണ്ടുപോകുന്നത്. ഞാൻ സ്വപ്നം പോലും കാണാത്ത വാഹനങ്ങളിലാണ് കയറി പോകുന്നത്. അത് സർക്കാരിന്റെ വാഹനങ്ങളാവാം. ചെന്നിരിക്കുന്നത് ഒരുപാട് വലിയ വലിയ മന്ത്രിമാരുടെ കൂടെ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എനിക്ക് കിട്ടിയ ശ്രീരത്ന പുരസ്കാരം, ഈ 2024-25 ശ്രീരത്ന പുരസ്കാരം ഈ വനിതാ ദിനത്തിന് എനിക്കായിരുന്നു. കേരളത്തിലെ ഞങ്ങളെ സർക്കാരിന്റെ വനിതാ കമ്മീഷന്റെ ശ്രീരത്നം എന്ന് പറഞ്ഞ പുരസ്കാരവും എനിക്ക് ലഭിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ആരും ഇല്ല പാസ്റ്ററേ, കർത്താവല്ലാതെ ആരും പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല. അപ്പൊ അതൊക്കെ വിചാരിച്ചപ്പോ
എത്ര പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ആ ചിത്രം കാണിക്കുകയായിരുന്നു, ഒരു ഷാളൊക്കെ ഇടിയിക്കുന്നത് അല്ലേ, അതെ, അതെ, അതെ. അത് പിന്നെ ഗവർണറുടെ. നെഞ്ചോട് ചേർത്ത് ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കളൊക്കെ ചെങ്കൽച്ചൂളയിൽ തന്നെ ജനിച്ചു വളർന്നവരായിരുന്നോ? അല്ല പക്ഷേ, അവരുടെ ഒരു പശ്ചാത്തലം എന്തുവാ? എന്റെ പുസ്തകം ആരംഭിക്കുന്നത് പപ്പയുടെ ജീവിതം തൊട്ടാണ് അപ്പൊ ആരംഭിക്കുന്നത്. സിസ്റ്റർ അങ്ങനെ തുടങ്ങിക്കോ കേട്ടോ, ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. ഇനി ഞാൻ ചോദിക്കത്തില്ല. ഞാൻ മൈക്ക് തരാം. എന്റെ പപ്പയുടെ പേര് തമ്പി എന്നാണ്. പപ്പയുടെ നാട് ഇവിടെയല്ല. പപ്പ മാവേലിക്കരക്കാരനാണ്. അമ്മയുടെ പേര് സാറാമ്മ എന്നാണ്. അമ്മയുടെ നാട് ചെങ്കൽച്ചുളയാണ്. അപ്പം അമ്മയൊക്കെ ജനിച്ച ഇവിടെ നിന്നാണ്. പക്ഷെ അമ്മയൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെയാണ്. പുസ്തകം ആരംഭിക്കുന്നത് പപ്പയുടെ കഥ തൊട്ടാണ് തുടങ്ങുന്നത്. പിന്നെ പപ്പയുടെ കാര്യം പറയുമ്പോൾ അതിനു മുമ്പായിട്ട് ചെങ്കൽച്ചുളയെ കുറിച്ച് വീണ്ടും എനിക്ക് പറയണം. കാരണം ഇവിടെ ജാതി മത ഭേദമില്ലാതെ ജീവിക്കുന്നവരാണ്. ഇവിടെ ആർക്കും ജാതിയില്ല. ഞങ്ങളെല്ലാവരും ആൺ പെൺ ആയിട്ട് ജീവിക്കുന്നവർ. ആണ് പെണ്ണിന് വിവാഹം കഴിക്കുന്നു, പെണ്ണ് ആണിന് വിവാഹം കഴിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജാതി. ഞങ്ങൾ ആരും ജാതി ചോദിക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറയാറില്ല. ഇത് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ജാതിയുടെ പേര് പറയുന്ന ഇനി എനിക്ക് ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പറയാം. അപ്പം ജാതിയുടെ പറഞ്ഞ പപ്പ ഒരു മാപ്പിള അച്ചയൻസ് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. പപ്പ മാവേലിക്കരന്ന് ഇവിടെ വന്നതാണ്. അമ്മ ഒരു സാമ്പവ സ്ത്രീയാണ്, ചെങ്കൽച്ചുളയിലാണ്. ഇവിടെ വന്നു. പപ്പയുടെ നാട്ടിൽ നിന്ന് പപ്പയുടെ അമ്മ, അവര് 2 ആൺമക്കളാണ്. ഇവിടെ വരുമ്പോൾ അന്ന് അമ്മാമ്മ ഗർഭിണിയായിരുന്നു. ഇവിടെ വരുമ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാണ്. അവിടെ അന്ന് ഇവിടെ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ചിത്രാഹോം വഞ്ചിപ്പൂർ ഫണ്ട്, അവിടെ ഈ റോഡുകൾ കിടക്കുന്നവരെയൊക്കെ അല്ലെങ്കിൽ വഴിതെറ്റി വരുന്നവരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. പിള്ളേരെ പിടിക്കുന്ന വണ്ടി എന്ന് പണ്ട് കാലത്ത് തിരുവനന്തപുരത്തുള്ളവർ പറയുക. ആ വണ്ടിയിൽ അമ്മാമ്മേനെയൊക്കെ അവിടെ കൊണ്ടുപോയി. പപ്പയുടെ ചേട്ടനും അവിടെ പഠിച്ചു. 5ാം ക്ലാസ് വരുമ്പോൾ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അമ്മാമ്മ അവിടെ വെച്ച് അവിടുത്തെ ഒരു സൂപ്രണ്ടുമായിട്ട് ബന്ധം. അമ്മൂമ്മ നല്ല സുന്ദരിയായിരുന്നു കാണാനൊക്കെ. അവര് നല്ലൊരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു. നല്ലൊരു ഇതായിരുന്നു. അപ്പൊ അവർക്ക് അവിടെ വെച്ചൊരു അവിടുത്തെ ഒരു വർക്ക് സൂപ്രണ്ടായിട്ട് അവര് വീണ്ടും ഇതായി. അവർക്ക് അത് 2 മക്കളുണ്ടായി. പിന്നെ അങ്ങനെ പ്രശ്നങ്ങളായി. സമൂഹം തള്ളിക്കളയുന്നവരെ, സമൂഹം മാറ്റി നിർത്തുന്നവരെ, ഒറ്റപ്പെട്ട് വരുന്നവരെല്ലാം 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന് ചെങ്കൽച്ചുള. ആ ചെങ്കൽച്ചുളയിൽ അമ്മൂമ്മ വന്ന് ഈ മക്കളെയും കൊണ്ട് ഇവിടെ വന്ന് താമസമായി. അങ്ങനെ പപ്പയും അമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എനിക്ക് തോന്നുന്ന ഒരു 99% ആൾക്കാരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. കാരണം ഇതിനകത്തുനിന്ന് പുറത്ത് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നവർ പുറത്തുനിന്ന് ഇങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത് ചുരുക്കമാണ്. കാരണം കോളനി ആയതുകൊണ്ട് ഒരുപാട് പേരൊന്നും അതിനൊന്നും മുതിരാറില്ല. അപ്പം ഇവിടെ ഒരു 90% വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്തുള്ളവർ തന്നെയാണ് വിവാഹം കഴിയുന്നത്. അത് ഒരു കോവിലിലോ പള്ളിയിലോ വെച്ച് കെട്ടിയിട്ടല്ല, ഒരു രജിസ്റ്റർ മാരേജ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടല്ല. അവരൊക്കെ ഇന്നും അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പം 1-2 കുടുംബങ്ങൾ മാറി ഒരു വിവാഹം കഴിയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ പപ്പയും അമ്മയൊക്കെ ഇവിടെ ജീവിച്ചു. അമ്മയുടെ പേര് സാറാമ്മയും പപ്പയുടെ പേര് തമ്പി എന്നൊക്കെ ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഞങ്ങളൊന്നും അന്ന് ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചവരല്ല. ഇവിടെ എല്ലാ മതസ്ഥരും ഉണ്ട്. അത് അന്നും ഇന്നുമുണ്ട്. ഞങ്ങളുടെ ഈ ചെങ്കൽച്ചുളയിൽ 1200 കുടുംബങ്ങളുണ്ട്. 8,000-ഓളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇന്നേ വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറയാറില്ല. ഞങ്ങൾ ജാതി നോക്കിയല്ല വിവാഹം കഴിക്കുന്ന. എല്ലാ ജാതിയിൽപ്പെട്ടവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വിവാഹത്തിന് എടുത്തും കൊടുത്തും പോകുന്നവരാണ് ഇവിടെ. ഞങ്ങൾക്ക് ജാതിയുടെ മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ഇന്നേ വരെ ചെങ്കൽച്ചുളയ്ക്കകത്ത് ഒരു വർഗീയതമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമില്ല. അതിലൊക്കെ വളരെ അഭിമാനമുണ്ട് ചെങ്കൽച്ചുളക്കാരെ കുറിച്ച് പറയുമ്പോൾ. പക്ഷെ ഇതൊന്നും മറ്റുള്ളവർ കാണാറില്ല. ആരോ മനഃപൂർവ്വം നമ്മളെ ഇങ്ങനെ മോശക്കാരായി കാണിക്കണം എന്നുള്ള ഒരു രീതിക്കാണ് ഈ ചെങ്കൽച്ചുളയെ അങ്ങനെ കാണുന്നത്. അതാണ് എൻ്റെ അമ്മയുടെയും പപ്പയുടെ ഒരു ഇത്. അപ്പൊ ആ കാലം ഞങ്ങൾ എല്ലാ പള്ളികളിലും പോവും, കോവിലുകളിൽ പോവും. അന്നത്തെ എല്ലാ ആഘോഷങ്ങളിലും ഞങ്ങളുണ്ട്. ക്രിസ്ത്യാനിയാണെന്ന് പേരുള്ളതുകൊണ്ട് ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരിടത്തും പോയിട്ടില്ല. ആ കാലത്ത് നമുക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. പിന്നെ ഇതിനകത്തൊരു കത്തോലിക്ക പള്ളിയുണ്ട്. അത് ഒരു മാസത്തിലൊരിക്കൽ എന്തോ ഇവിടെ വന്ന ഒരു ആരാധനയൊക്കെ കൂടും. ചുരുക്കം ആൾക്കാർ, എല്ലാ സ്ഥലത്തുള്ള ഇതൊക്കെ അറിയാലോ പക്ഷെ അങ്ങനെയായിരുന്നു അത്. പിന്നെ എൻ്റെ പഠനത്തെ കുറിച്ച് പറയുമ്പോൾ 1990 വരെ ഇവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ചുരുക്കമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ടടുത്താണ് തമ്പാനൂർ UPS എന്നൊരു സ്കൂളുണ്ട്. ആ സ്കൂള് ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടികളാണ്. അന്ന് അവിടെ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ അവിടെ ഉണ്ട്.
ആ 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഭൂരിപക്ഷവും ഞങ്ങളാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഒരിക്കലും അവിടെ ഞങ്ങൾക്ക് ഒരു അവഗണനയോ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കത് അറിയില്ല. ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയാണ് അവിടെ പോകുന്നത്. ഞങ്ങളെ അവർക്ക് അങ്ങനെ കാണണമെന്ന് തോന്നിയാൽ പോലും ഞങ്ങളാണല്ലോ ഭൂരിപക്ഷം, അതുകൊണ്ട് അവർക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. ടീച്ചർമാരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ സ്കൂളിന്റെ പേര് അറപ്പുര സ്കൂൾ എന്നായിരുന്നു. അറപ്പുര സ്കൂൾ എന്നാണ് ആ സ്കൂളിന്റെ പേര്. അറപ്പുര, തമ്പാനൂർ UPS അറപ്പുര സ്കൂളാണ്. പക്ഷെ ആ സ്കൂളിനെ അലപ്പുര സ്കൂൾ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അത് എന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ഞാനും പറയും എവിടെ പഠിക്കുന്നു, അലപ്പുര സ്കൂൾ എന്ന് പറയും. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായ ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ചെങ്കൽച്ചൂളയിൽ നിന്ന് പോയി അവിടെ പഠിക്കുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ ഭയങ്കര ബഹളവും ചിരിയും കളിയൊക്കെ, ഞങ്ങളുടെ സന്തോഷത്തെ പുറത്തുള്ളവർ കണ്ടത് അലപ്പറകളായിട്ടാണ്. ഞങ്ങളൊരു അലപ്പറകൾ എന്ന് പറയുമ്പോൾ ആ വാക്കിനർത്ഥം ഫസ്റ്റ് മനസ്സിലായല്ലോ. ഒരു അലപ്പറ എന്ന് പറയുമ്പോൾ ഒരു തീരെ നമ്മൾ എന്തോ ഒരു മോശം അങ്ങനെയുള്ളൊരു, അപ്പൊ അത് ഞാൻ നമ്മളിങ്ങനെ സംസാര ഭാഷയെ പറയുമല്ലോ, മഹാ അലപ്പടകളായി പിള്ളേരെന്നൊക്കെ പറയുമല്ലോ, ഒത്തിരി സംസാരിക്കുന്ന, ബഹളം ഉണ്ടാക്കി നടക്കുന്ന, ഒരു ശല്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരം ഈ അലപ്പറ എന്ന് പറയുന്നത് അല്ലേ? അത് അതെ അതെ അതെ. പക്ഷെ നമ്മുടെ സന്തോഷങ്ങളാണ്, ഞങ്ങളുടെ ചിരിയും കളിയാണ് അവർക്ക് ഇങ്ങനെ അലപ്പുറ. കാരണം അത് കോളനിയിലെ കുട്ടികളായാണ് അവർക്കാണ് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ 8-ാം ക്ലാസ്സിൽ പോകുന്നത് അടുത്തടുത്തുള്ള സ്കൂളുകളെ ആശ്രയിച്ചാണ് പോകുന്നത്. അപ്പൊ അടുത്ത് ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ആ സ്കൂളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് അധികം അഡ്മിഷൻ കിട്ടാറില്ല. കോളനിയിലെ കുട്ടികൾക്ക് അധികം അഡ്മിഷൻ കിട്ടില്ല. അഥവാ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ഛനും അമ്മയൊക്കെ ചേർന്ന് ഒരു 10-15 പിള്ളേർക്കൊക്കെ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിൽക്കേണ്ടവരാണ്, നമ്മൾ ഈ സമൂഹത്തിൽ നമുക്കുള്ള വില എന്താണ്, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ എന്നെ തന്നെ കാണിക്കാം. ഇപ്പൊ ഞാൻ ഇപ്പൊ തൊട്ടടുത്ത സ്കൂളിന്റെ പേരെടുത്ത് പറയുന്നില്ല. ആ സ്കൂളിൽ ഞങ്ങൾ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ക്ലാസ്സിൽ ഒരു 50 കുട്ടികൾ കാണും. അതിൽ 1-2 കുട്ടികളായിരിക്കും ഈ ചെങ്കൽച്ചുളയിൽ നിന്ന് പോകുന്ന കുട്ടികൾ. നേരത്തെ പഠിച്ച സ്കൂളിൽ ഞങ്ങളായിരുന്നു കൂടുതൽ. അപ്പൊ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും. ഒന്ന് തട്ടി മുട്ടി എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ടാവും, അടിയാവും. ചിലപ്പോൾ ആ കുട്ടി എന്നെ 5 അടിയായിരിക്കും അടിക്കുന്നത്. ഞാൻ എന്നെ തന്നെ പറയാം, വേറൊരാളെ എടുത്ത് പറയണ്ട. അപ്പൊ എന്നെ ഒരു 5 അടി അടിക്കും. ഞാൻ ആ കുട്ടിക്ക് ഒരു അടിയെ തിരിച്ചു കൊടുക്കത്തുള്ളൂ, ഒറ്റ ഒരു അടിയെ കൊടുക്കുന്നത്. പക്ഷെ ഈ ടീച്ചർ വരുമ്പോ സാധാരണ ഞാൻ മനസ്സിലാക്കിയെടുത്തത്, നമ്മുടെ വീട് കഴിഞ്ഞാൽ നമ്മൾ നല്ല പാഠങ്ങൾ മനസ്സിലാക്കുന്ന അധ്യാപകരിൽ നിന്നാണ്. ഒരു അധ്യാപകരാണ് നമുക്ക് നമ്മുടെ വീട് കഴിഞ്ഞാൽ നമ്മൾ ഭാവി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആരോട് എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അധ്യാപകരാണല്ലോ. ഞാൻ അങ്ങനെ എന്റെ അറിവിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പക്ഷെ ഈ അധ്യാപകർ നേരെ വരുമ്പോ കാണുന്ന 2 കുട്ടികൾ അടി കൂടുന്നു. അതിലൊരാളാണ് ഞാനാണെന്ന് വെച്ചോളൂ. ഞാനാണെങ്കിൽ എന്നെ കാണുമ്പോഴേ ആ ടീച്ചറിനറിയാം ഇത് ചെങ്കൽച്ചുളയിലെ കുട്ടിയാണെന്ന്. അപ്പൊ ഇവർ വന്ന് എന്തിന് നിങ്ങൾ അടികൂടിയെന്ന് പോലും ചോദിക്കാറില്ല. ആ കുട്ടിയോട് പറയുന്നത്, ഇത്രയും പിള്ളേരിക്കും പറയും, ഈ കുട്ടി കോളനിയിലെ കുട്ടിയാണ്, ഇവരോട് നിങ്ങൾ കൂട്ടുകൂടാറില്ല. ഞങ്ങളുടെ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന ആ ഒരു അപ്പോഴത്തെ ആ വിഷമം മനസ്സിലാക്കിക്കോണം. ഞങ്ങളെ എത്ര പഠിക്കുന്ന കുട്ടികളെ നേരെ ബാക്ക് ബെഞ്ചിൽ പിടിച്ചിരുത്. പിന്നെ ഞങ്ങൾ അവിടെ ആ കുട്ടികളുടെ ഇടയ്ക്ക് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പം അന്ന് ഇത്രയും ഒന്നും ചിന്തിക്കാനും ഒന്നും കഴിവില്ലാത്തത് കൊണ്ടിട്ടും നമ്മുടെ കുട്ടികൾ അവിടെ കുറവായതുകൊണ്ട് നമുക്ക് പിന്നെ പഠിക്കണം എന്നുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് അമ്മയോടൊക്കെ പറയാം. അന്നത്തെ മാതാപിതാക്കൾക്ക് ഇത്രയും നിങ്ങൾ പഠിക്കണം എന്ന് ഉന്തിത്തള്ളി വിടുന്ന ഒരു ശീലങ്ങളൊക്കെ അവർക്ക് കുറവാണല്ലോ. പിന്നെ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. പക്ഷേ അത് ഞാൻ അന്നേ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ പ്രതികരിക്കാതെ ഞാൻ പോയി. എൻ്റെ മകന്റെ ഒരു വിദ്യാഭ്യാസത്തിൽ വന്നപ്പോൾ ഇതേ അനുഭവം എനിക്കുണ്ട്. അവിടെയാണ് എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ മകനെ എൻ്റെ ഹസ്ബൻഡ്, അതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റാണ്, ഡാൻസർ ആയിരുന്നു. ആദ്യം 16 വയസ്സിൽ വിവാഹം കഴിയുന്ന ഹസ്ബൻഡ് അന്ന് 19 വയസ്സായിരുന്നു. പക്വതയില്ലാത്ത പ്രായത്തിൽ വിവാഹം കഴിയുന്നതിനെ സംബന്ധിച്ചുള്ള കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ എൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടായി. 18 വയസ്സായപ്പോൾ 2 ആൺമക്കള്, 1 വയസ്സിന് വ്യത്യാസമുള്ള 2 മക്കളും. ഹസ്ബൻഡിന്റെ പേര് സതീഷ് എന്നാണ്. മൂത്ത മോന്റെ പേര് നിതീഷ് എന്നാണ്. ഇളയ മകന്റെ പേര് സുധീഷ് എന്നാണ്. ഇന്ന് അവർ 2 വിവാഹം കഴിഞ്ഞു. 2 മരുമക്കളുണ്ട്. മൂത്താളുടെ പേര് രേഷ്മ, ഇളയാളുടെ പേര് രഞ്ജിത. 2 കൊച്ചുമക്കളുണ്ട്, പെൺകുട്ടികളാണ്. മൂത്ത ആളുടെ പേര് കിയാര,
ഇളയാളുടെ പേര് കെരീത്ത. ഇതാണ് എൻ്റെ 2 കൊച്ചുമക്കളുടെ പേര്. 2 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പം ഞാൻ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റ്, ഡാൻസർ ആയിരുന്നു. മദ്യപാനവും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയി. വീടില്ല. പിന്നെ ആരും നമ്മളെ ഒരു സഹോദരനുണ്ടായിരുന്നു. പേര് അനീന്നാണ്. മരിച്ചു, ആത്മഹത്യ ചെയ്തു. സഹോദരൻ ഇത്തിരി പ്രശ്നക്കാരനൊക്കെ ആയിരുന്നു. നമ്മുടെ കോളനിയിലുള്ള ചെറിയ അത്യാവശ്യം ഈ കുട്ടികൾ, അന്നത്തെ യൗവനക്കാരുണ്ടാകുന്ന പ്രശ്നങ്ങള്, അടിപിടി കേസുകളൊക്കെ. പിന്നെ അത് പോലീസ് മനഃപൂർവ്വം വലിയ വലിയ എന്തിനു പിടിച്ചാലും ഇവരെ വന്ന് പിടിക്കുക, മനഃപൂർവ്വം കേസുകൾ പ്രതിയാക്കുക എന്നൊക്കെ ഉള്ള ഒരു ജീവിതത്തിലായിരുന്നു. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഒരു വീടുണ്ടായിരുന്നു. അമ്മ ആ വീട് ഒറ്റി വെച്ചാണ് എന്റെ സഹോദരന്റെ കേസുകളൊക്കെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കിടക്കാൻ ഒരിടമില്ല. 2 കുട്ടികളെയും കൊണ്ട് പല ദിവസങ്ങളിലും ഓരോരുത്തരുടെ വീടിന്റെ ഇടയിലൊക്കെ പോയിരിക്കും. അവര് അന്നത്തെ ദിവസം അവർ 12 മണിയായാലും ഉറങ്ങൂല. കാരണം നമ്മൾ കിടക്കാതിരിക്കുന്നുണ്ട്. വരാന്തയിലൊക്കെ ആയിരിക്കും കിടക്കുന്ന. പിറ്റേ ദിവസം അവർ 3 മണിക്ക് മുമ്പേ ഉറക്കം എണീക്കും. കാരണം നമ്മൾ എഴുന്നേൽപ്പിച്ച് വിടണമല്ലോ. അപ്പൊ അങ്ങനെ വല്ലാത്തൊരു ജീവിത രീതി. ജീവിതം മടുത്തു. കാരണം വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങള്, 2 കുട്ടികള്, ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ കുട്ടികൾക്കില്ല. അപ്പൊ ഭക്ഷണം വേണ്ട, കയറി കിടക്കാൻ ഒരു കിടക്കാട്, ഒന്നുമില്ല. ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനം. പിന്നെ എനിക്ക് മരിച്ചാ മതി എന്നുള്ള ഒരു ചിന്തയായി. അപ്പൊ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെല്ലാവരും പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ പിന്നെ ഞാൻ അവര് പറഞ്ഞു, ഇനി ഇവര് ഈ പെന്തക്കോസിൽ വന്ന കുടിയൊക്കെ മദ്യപാനമൊക്കെ നിർത്തും എന്ന് പറഞ്ഞാണ് ഞാൻ പള്ളിയിൽ ചേർന്നത്. സത്യത്തിൽ ആ സമയത്ത് എനിക്ക് എന്റെ ഹസ്ബൻഡ് നേരെ ആവണം, കുടി നിർത്തണം എന്നും പറഞ്ഞാണ് വന്നത്. ഞങ്ങൾ സ്നാനപ്പെട്ട് പള്ളിയിൽ വന്നു. പക്ഷെ പുള്ളി വീണ്ടും മദ്യപാനത്തിലോട്ട് തന്നെ പോയി. ആ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത്യാവശ്യം ആ സമൂഹത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുനാൾ തൊട്ടേ എല്ലാവരോടും ഏത് കാര്യത്തിനും എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പേ എല്ലാം കൊണ്ടും കൂട്ടുടെ മുമ്പേ കുടുംബജീവിതം തിരഞ്ഞെടുത്ത കുടുംബജീവിതം എല്ലാം ഇങ്ങനെ ആയപ്പോ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. പിന്നെ എന്റെ മനസ്സിലൊരു വാശിയും വൈരാഗ്യവും. കാരണം മരിച്ചാൽ മാത്രം പോരാ, മരിച്ചാൽ എന്റെ കുഞ്ഞുങ്ങളുടെയും ബോഡി പോലും ഈ നാട്ടിൽ കൊണ്ടുവരരുത്. എന്റെ ഭർത്താവ്, എന്റെ അമ്മ, അച്ഛൻ ആരും കാണരുത്. അന്നത്തെ ഒരു ബുദ്ധി അറിയാലോ, ഒരു 10-20 വയസ്സായ ഒരാളുടെ ചിന്തയിൽ വന്നതാണ്. അന്ന് എനിക്ക് 23 വയസ്സാണ്. ഞാൻ ഈ കുട്ടികളെയും കൊണ്ട്, 2 മക്കളെയും കൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോയപ്പോ കിടന്ന ട്രെയിൻ എറണാകുളം വരെ പോകത്തുള്ളായിരുന്നു. അന്നൊരു വിഷു ദിവസമായിരുന്നു. ഞാൻ ഈ ട്രെയിനിൽ കയറിയപ്പോ തന്നെ എന്റെ വേഷവും എന്റെ 2 കുട്ടികളുടെ പ്രായം എല്ലാം കണ്ടപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് 2 കന്യാസ്ത്രീമാരിയ്ക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് കന്യാസ്ത്രീമാരെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു മനസ്സിൽ. കാരണം കന്യാസ്ത്രീമാരൊക്കെ ആകുമ്പോൾ അനാഥ മന്ദിരമൊക്കെ നടത്തുന്നവരൊക്കെ ആണെങ്കിൽ അപ്പൊ അവരോട് ചോദിച്ചു നോക്കാം. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച്, എനിക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൽക്കാൻ അനാഥ മന്ദിരം എവിടെയെങ്കിലും. അപ്പൊ അവര് വേറെ എന്തോ ആവശ്യത്തിന് പോണവരായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങള് എറണാകുളം വരെ ഒരു ആവശ്യമായിട്ട് പോണവരാണ്, അവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഞങ്ങൾക്ക് അവിടുത്തെ അതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു 100 രൂപ എന്റെ കയ്യിൽ അവർ തന്നു, ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. ആ ട്രെയിൻ എറണാകുളം വരെ ഉള്ളായിരുന്നു. ഞങ്ങൾ അവിടെ എറണാകുളത്ത് ഇറങ്ങി. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. ഈ 100 രൂപ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് ഒരു ഓട്ടോ പിടിച്ച് ഒരു ഇടക്കൊച്ചി എന്ന സ്ഥലത്ത്, ഈ കായലും കടലും ഒക്കെ ഒരുമിച്ചുള്ള ഒരു പാലമുണ്ട്, അവിടെ ചെന്ന് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്റെ മനസ്സിൽ കുട്ടികളെ എടുത്ത് വെള്ളത്തിലിടുക, എനിക്കും ചാടണം എന്നും പറഞ്ഞാൽ നിന്ന സമയത്താണ് പോലീസ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം പോയി. ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവർക്ക് തോന്നി ഇത് എന്തോ ഒരു. അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന് ഇടയ്ക്ക് വെച്ച് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു, കുട്ടികളെ എടുത്ത് ഇടുക, ചാടുക. പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത്, ചെങ്ങൽശ്ശേരി തൊട്ടടുത്ത് ഒരു കോവിൽ കുളമുണ്ട്. അന്ന് ഞങ്ങൾ എല്ലാവരും കുളിക്കാനൊക്കെ പോകുന്ന ആ കോവിൽ കുളത്തിലാണ്. അപ്പം അത്യാവശ്യം നീന്താൻ അറിയാം എന്നും പറഞ്ഞ് ഒരിക്കലും കായലും കടലൊന്നും ഞാൻ നീന്തി കയറില്ല. എന്റെ മനസ്സിൽ ആരോ ഒരു ചിന്ത തരുമ്പോൾ കുട്ടികളെ എടുത്തിട്ടാൽ കുട്ടികൾ എന്തായാലും മരിക്കും. ഞാൻ കായലും കടലും നീന്തി കയറില്ലെങ്കിലും വെള്ളത്തിൽ പൊങ്ങിയെങ്കിലും കിടക്കും. 2 കുട്ടികളെയും കൊണ്ട് വീണ്ടും എനിക്ക് അവരെ കൊണ്ട് എന്ത് പറയാ, നീന്താനോ അവരെ രക്ഷപ്പെടുത്താനോ പറ്റില്ല. പിന്നെ മക്കളെ കൊന്നൊന്നും ഒരു പേരും കൂടെ വരും. ഇത്രയും ചിന്തിക്കുന്നിടയ്ക്ക് പോലീസ് വണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്ന് ചവിട്ടി നിർത്തി. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ദൈവം എന്നെ, എന്റെ മക്കളെ, എന്റെ ഒരു കുടുംബത്തേക്ക് ഇന്നത്തെ ഒരു
അവിടെ എത്തണമെങ്കിൽ ഒരുപാട് നമ്മളൊന്ന് ഉടഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവം എന്നെ ഒന്ന് ഉടച്ചതായിരിക്കാം. അപ്പൊ ഞാനത് എന്നെ അവർ പോലീസ് പിടിച്ചു. എന്നോട് ചോദിച്ചു എവിടെ നിന്നാ വന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടോൺമെന്റ് തിരുവനന്തപുരത്താണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ ഞാൻ ചിന്തിച്ചത് എന്റെ ബോഡി പോലും ഇവിടെ കാണില്ല. അന്നത്തെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചിന്തിച്ചാണ്. പോലീസിനെ കണ്ടപ്പോൾ പേടിച്ചു. പെട്ടെന്ന് എന്റെ സ്ഥലമൊക്കെ പറഞ്ഞു തിരുവനന്തപുരം. അവരവിടെ നിന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ, തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വിളിച്ചു. സ്റ്റേഷനിൽ നിന്ന് എന്റെ അമ്മയ്ക്കൊക്കെ അറിയിപ്പ് കൊടുത്തു. അപ്പൊ ഞങ്ങളെ നേരെ അവരവിടെ സെറ്റിൽമെന്റിൽ എന്ന് പറഞ്ഞ അവിടെ ഒരു സ്ഥലമുണ്ട് ഇടക്കൊച്ചിയിൽ. റോഡിൽ കിടക്കുന്നവര്, ഭിക്ഷക്കാര്, വഴിതെറ്റി വരുന്നവര്, അല്ലാതെ ഈ സ്വഭാവ ദൂഷ്യൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാം, ഭിക്ഷക്കാര്, തലയ്ക്ക് സുഖമില്ലാത്ത എല്ലാവരും കൂടെ അവിടെയാണ് കൊണ്ടിടുന്നത്. അവിടെ എന്നെ എന്റെ കൊച്ചുങ്ങളെയും കൊണ്ടിട്ട് ഞാൻ ഏതൊക്കെ മേഖല കൂടെ പോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എങ്ങനെയൊക്കെയാണ് ദൈവം എന്നെ കൊണ്ടുവന്നെന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോ കുട്ടികള് ഒരു വല്ലാത്തൊരവസ്ഥ, പേടിച്ചു പോയി രണ്ടുപേരും. കാരണം ഇവരെല്ലാവരെയും കണ്ടപ്പം വല്ലാത്തൊരു സ്ഥലം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല. ഈ കുട്ടികൾ രണ്ടുപേരും ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. വെളുക്കുന്നവരെ നേരം ഇരുന്ന് നമ്മൾ നേരം വെളുപ്പിച്ചു. ഞാൻ ഇടയ്ക്ക് അമ്മയൊക്കെ അവിടെ വന്നു. വീണ്ടും ഇവിടെ കൊണ്ടു, എൻ്റെ ഹസ്ബൻഡ് വന്നു, വീണ്ടും ഇവിടെ വന്നു. വീണ്ടും ഞാനും ഞങ്ങൾ കുടുംബമായിട്ട് ജീവിച്ചു. പക്ഷെ പുള്ളിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ വിഷയങ്ങളെ വീണ്ടും 2 പ്രാവശ്യം തലയെപ്പോഴും മണ്ണെണ്ണ എടുത്ത് വീഴ്ത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അവിടെയും എന്റെ ദൈവം എന്നെ കൈവിട്ടില്ല. എനിക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ എന്റെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്നില്ല. ദൈവം എന്നെ അവിടെ സൂക്ഷിച്ചു. അത് ഞാൻ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കുറച്ചുകൂടെ കാര്യമായിട്ട്. ആ മണ്ണെണ്ണ വീഴ്ത്തുന്ന അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നു. അതെല്ലാം പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്റെ സിസ്റ്ററെ ഈ അനുഭവങ്ങളെല്ലാം പുസ്തകത്തിലുണ്ട് അല്ലേ? കംപ്ലീറ്റ് ഉണ്ട്. അതെ. അപ്പം ഈ പുസ്തകം ഇപ്പോഴും അവൈലബിൾ ആണോ? നമ്മുടെ എവിടെയാണ് ഇത് വാങ്ങിക്കാനുള്ള സൗകര്യമുള്ളത്? ആമസോണിൽ കിട്ടും ഫസ്റ്റ്. ആമസോണിൽ കിട്ടും. ശരി. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് വീണ്ടും മദ്യപാനമൊക്കെ നിർത്തി. ഞങ്ങളൊന്ന് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങി സന്തോഷമായിട്ട്. അപ്പോഴത്തേക്ക് മൂത്ത മകൻ 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലോട്ടായി. അപ്പൊ 5ാം ക്ലാസ്സിലൊക്കെ മൂത്തവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് മദ്യപാനം നിർത്തണം. പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ വീണ്ടും എന്തെങ്കിലും എങ്ങനെ നമുക്ക് മുൻപോട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം പുള്ളി ഒരു ചെണ്ട കലാകാരനും കൂടെയാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉള്ള ആശാന്റെ കൂടെ ചെണ്ടയൊക്കെ പഠിച്ചത്. അപ്പം ഞങ്ങള് മദ്യപാനമൊക്കെ നിർത്തി നന്നായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ച് എന്ത് ചെയ്യാം. അങ്ങനെയാണ് 2006 പുള്ളി 48 മണിക്കൂർ ഗിന്നസ് ചെണ്ട കൊട്ടുന്നത്. VGT ഹാളിലാണ് ചെണ്ട കൊട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ദേശത്ത് ദൈവം ഞങ്ങളെ വളരെ അധികം മാനിച്ചു. പുള്ളി 48 മണിക്കൂർ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെണ്ട കൊട്ടി. വേറൊന്നും വേണ്ടിയിട്ടല്ല, ജീവിക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഏത് മേഖലയിലും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ട്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അങ്ങനെ ചെയ്തതാണ്. അവിടെ നിന്നാണ് പിന്നെ എൻ്റെ മകനെ 7ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ മോന് 2007 കലാമണ്ഡലം, കേരള കലാമണ്ഡലത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. കലാകാരായത് കൊണ്ടിട്ട് കലാമണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് കേരളത്തിന്റെ സാംസ്കാരിക നിലയമാണ് കലാമണ്ഡലം. അപ്പൊ ആ കലാമണ്ഡലത്തിൽ ഞാനും അഭിമാനിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ 14 ജില്ലയിൽ ആ 14 ജില്ല എന്തുണ്ടായാലും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എന്തുണ്ടായാലും ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് അഭിമാനിക്കുന്ന ഒരാളാണ്. അതുപോലെയാണ് കേരള കലാമണ്ഡലം. എൻ്റെ മകൻ ഒരു കലാമണ്ഡല നിതീഷ് എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തോട്, സത്യം പറഞ്ഞാൽ ചെങ്കൽച്ചുളയിൽ നിന്ന് വളരെ ഒരു ആഘോഷത്തോടു കൂടിയാണ് മോനെ കലാമണ്ഡലത്തിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ വിടുന്നത്. അവിടെ തൊട്ടാണ് ഞങ്ങൾ പിന്നെ ജാതിയെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ജാതി നേരത്തെ ഞങ്ങൾ ചേരി എന്നുള്ള ഒരു ഇതായിരുന്നു. മോൻ കലാമണ്ഡലത്തിൽ പോകുന്നു പഠിക്കാൻ. അപ്പം മോന്റെ അച്ഛൻ 48 മണിക്കൂർ ചെണ്ട കൊട്ടിയത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഈ അവർക്കാണല്ലോ ചെണ്ട എന്ന് പറഞ്ഞാൽ അവരാണ് ചെണ്ടയുടെ വലിയ ആൾക്കാരെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു ധാരണയുടെ പുറത്ത് അവർക്കുണ്ടായ ഒരു മാനസികമായ ഒരു ഇത്. അപ്പൊ ഈ കുട്ടിയോട് പഠിക്കാൻ പോകുന്നു. ആ കുട്ടിയോട് വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സുകാരൻ അനുഭവിക്കാവുന്നതിന്റെ അപ്പുറം എൻ്റെ മകൻ അനുഭവിച്ചു. സത്യം. അവൻ ഇവിടുന്ന് പോകുന്നു. അവിടെ ചെന്ന് 1 മാസം കഴിയുമ്പോൾ എൻ്റെ മോൻ എന്നെ ആദ്യമായിട്ട് ഫോൺ ചെയ്ത് എന്നിട്ട് ചോദിച്ചു. വീട്ടിലെ കാര്യം വിളിക്കാറുണ്ട്, വിളിച്ച് അവളോട് സംസാരിക്കാറുണ്ട്. എപ്പോഴും നമുക്ക് വിളിക്കാൻ പറ്റില്ല, അവിടുത്തെ ഫോണിലാണ് വിളിക്കുന്നത്. 1 മാസം കഴിയുമ്പോൾ എൻ്റെ മോൻ എൻ്റെ ഫോൺ വിളിച്ച് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് എൻ്റെ മോൻ ചോദിക്കുകയാണ്, അമ്മ നമ്മൾ എന്താണ് ജാതി എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് കേട്ട, മോന് നീ എന്തോ ജാതി കേൾക്കുന്ന? അമ്മ ഇല്ല, നമ്മൾ എന്താണ് ജാതി? ഞാൻ
നീ ജാതിയുടെ കാര്യം എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇല്ല അമ്മ, ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത്. പിന്നെ അവിടുത്തെ അധ്യാപകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നിങ്ങളൊന്ന് ഇവിടം വരെ വരണേ, ഈ കൊച്ചിന് ഇവിടെ നിന്ന് പഠിക്കാൻ താല്പര്യ കുറവുണ്ട്, കൊച്ചു പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഞങ്ങളവിടെ ചെന്നു. ഞങ്ങളുടെ തോന്നി കുഞ്ഞിനെ കുറച്ച് ദിവസം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത്, ഒന്നീ നിങ്ങൾ അവിടെ നിർത്തി പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ട്രെയിനിൽ വരുന്ന വഴിക്ക് ഞാൻ മോനോട് പറഞ്ഞു, മക്കളെ പപ്പയുടെ വലിയൊരു ആഗ്രഹമാണ് നീ കലാമണ്ഡലത്തിൽ പഠിക്കണം. കലാമണ്ഡലത്തിൽ നിന്ന് ചെണ്ടയൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിനക്കതൊരു മുതൽക്കൂട്ടാണ്, നിനക്ക് നല്ലൊരു അധ്യാപകനായി ജോലിയൊക്കെ കിട്ടാൻ എളുപ്പമാണെന്നൊക്കെ പറയും. ഇല്ല മാ, എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, അവര് നമ്മളെ അവിടെ നിർത്തി പഠിപ്പിക്കൂല, ജാതിയൊക്കെ പറഞ്ഞ അമ്മ എന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഇവിടുന്ന് ഞാൻ അന്നത്തെ സ്പീക്കർ ആയിരുന്ന, ഇന്നത്തെ MP ആയിരുന്ന ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സഖാവ്, പുള്ളി ഞങ്ങൾ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി നേരിട്ട് മോനെ വീണ്ടും അവിടെ കൊണ്ട് അഡ്മിഷൻ കൊടുത്ത് അവിടെ ആക്കി. പക്ഷെ പിന്നെ സംഭവിച്ചതെല്ലാം ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമായിപ്പോയി. കാരണം മോനെ അവിടെ കൊണ്ടാക്കുന്നു. അപ്പൊ ഈ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നതിന്റെ ഒരു ഇതിൽ എനിക്ക് ഇന്നും മലയാള മാസം ഒന്നും അറിയില്ല. ഞങ്ങളെല്ലാം ഈ ഇംഗ്ലീഷ് മാസം ജാനുവരി ഫെബ്രുവരി ഒക്കെയാണ് പറയുന്നത്. അവിടെ ഇപ്പൊക്കെ അങ്ങോട്ടൊക്കെ മലയാളം മാസങ്ങളൊക്കെ നോക്കുന്നവർ. അപ്പം അവിടെ ഒരു മലയാള മാസം 1-ാം തീയതി മകൻ അവിടെ 4:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. വെളുപ്പിനെ 4 മണിക്ക് പ്രഭാതത്തിൽ ക്ലാസ് തുടങ്ങും. അപ്പൊ ഇവൻ എഴുന്നേറ്റ് ചിലപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് മോനെ ഈ ചെകിട്ടത്ത് അധ്യാപകൻ അടിച്ചു. എന്നിട്ട് അവന്റെ ഒരു ക്ലാസ്സിൽ 8 കുട്ടികളെ ഉള്ളു. ആ കുട്ടികളെ അടുത്ത് കൊണ്ടുപോയിട്ട് മറ്റ് 7 കുട്ടികളുടെ ജാതി അവന് പറഞ്ഞു കൊടുത്തു. ഇവർ ഇന്ന ജാതിയാണ്, ഇവരുടെ കൂടെ ഇന്ന ജാതിക്കാരനായ നിനക്കിരുന്ന് പഠിക്കാമോ, നിനക്ക് അതിനുള്ള യോഗ്യതയില്ല, നിന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കൂല. അധ്യാപകൻ ജോലി രാജിവെക്കേണ്ടി വന്നാൽ, ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അവന്റെ കൈയിന് അടിച്ചൊടിക്കുന്നു. എന്നിട്ട് സീനിയേഴ്സിനെ വിട്ട് അവനെ റൂമിനകത്ത് പൂട്ടിയിട്ട് ഉയറിട്ട് അവനെ ഉപദ്രവിച്ചു. സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൂടെ അവൻ നിന്നിരുന്നെങ്കിൽ അവര് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയേനെ. ആ ഒരു അവസ്ഥയിൽ അവരെത്തുമായിരുന്നു. എന്നിട്ട് അവര് പറഞ്ഞു, നീ വീട്ടിൽ ചെന്നിട്ട് നിന്നെ ഇവിടെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ TV-ക്കാരോ ചാനലുകാരോ പത്രക്കാരോ ഇവിടെ വന്നാൽ ഞങ്ങൾ പറയും, നീ ചെങ്ങൽച്ചുളയിലെ കുട്ടിയാണ്, നീ റൂമിൽ കയറി മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കാറുണ്ട്, നിന്റെ സ്വഭാവ ദൂഷ്യമാണെന്ന് പറയും. മോൻ അങ്ങനെ അവിടുന്ന് ഒറ്റയ്ക്ക് അവൻ വണ്ടി കയറി അവൻ എന്നെ വിളിച്ചമ്മ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുകയാണ്. ഞാൻ മക്കളെ എത്രയും പെട്ടെന്ന് നീങ്ങി വാ. കാരണം ഞങ്ങൾ ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ 8 മണിക്കൂർ പിടിക്കും. ആ 8 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഞങ്ങൾക്കത് ഒട്ടും പറ്റുന്നില്ല, എന്ത് ചെയ്യുന്നുള്ളതായിട്ട്. എന്റെ മോൻ ഇവിടെ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടുപുറകെ അവന്റെ TC ആണ് വന്നത്. ഇന്ന് എന്റെ മോന് 33 വയസ്സായി. ഇന്നേ വരെ ആ ഒരു 13 വയസ്സുകാരൻ എന്റെ വീടെത്തിയോ, അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അവരാരും തിരക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചെങ്കച്ചുള്ളക്കാരാണ്, ജാതിയിൽ കുറഞ്ഞവരാണ്. നമ്മളെ എന്ത് ചെയ്താലും ചോദിക്കാനും പറഞ്ഞ ആരുമില്ല എന്നുള്ള അവരുടെ അഹങ്കാരമാണ്. ഞാൻ ചിന്തിച്ചു ഇനി എന്ത് ചെയ്യണം. കാരണം ചെങ്കൽച്ചുള്ളക്കാരെന്ന നിലയ്ക്ക് ഓൾറെഡി നമുക്കൊരു പേരുദോഷം എല്ലാവരും എപ്പോഴും തന്നിട്ടുണ്ട്, ഒരു പട്ടം നമുക്ക് ചാർത്തി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും? കൊച്ചിന്റെ ഭാവി നോക്കണം. ഒരമ്മയെന്നുള്ള നിലയ്ക്ക് എനിക്ക് ചിന്തിക്കേണ്ടത്. ഞാനും ചിന്തിച്ച്, എനിക്ക് ചാനല് പത്രക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു പരിധിവരെ ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന അവരാണ്. അതുകൊണ്ട് നമുക്കത് എന്റെ മകന്റെ കാര്യത്തിന് ഒരുപക്ഷെ അവരെന്റെ കൂടെ നിൽക്കും. പക്ഷെ എന്നും എന്റെ കാര്യത്തിന് മാത്രം അവർക്ക് നിൽക്കാൻ പറ്റില്ല. അടുത്തൊരു ആവശ്യക്കാരുണ്ട്, അവർക്ക് അങ്ങോട്ടും പോകണമല്ലോ. അതുകൊണ്ട് ഞാനത് ആലോചിച്ച് എന്ത് ചെയ്യണം. ഇപ്പൊ TV-യിൽ എഴുതി കാണിക്കുകയാണ്, കലാമണ്ഡലത്തിൽ ജാതീയ പീഡന, 13 വയസ്സുകാരനെ പുറത്താക്കി. പുറത്തു നിന്നുള്ള ഒരാൾ TV കാണുമ്പോൾ അവർ ചിന്തിക്കുക, അയ്യോ പാവം 13 വയസ്സുകാരനെ പുറത്താക്കിയോ, കഷ്ടമായി പോയി. തൊട്ട് താഴെ എഴുതി കാണിക്കണ് ഇവന്റെ സ്ഥലം ചെങ്കൽച്ചുളയാണെന്ന്. ചെങ്കൽച്ചുളയെന്ന് ഇവിടെ ഈ കൊച്ചു ആരാണെന്നോ ഇവിടെ എന്ത് സംഭവിക്കണം അറിഞ്ഞൂടാത്ത പുറത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പറയും ചെങ്കൽച്ചുളക്കാരനാണ്. അയ്യോ അവനാണെങ്കിൽ അവരങ്ങനെ തന്നെ എന്ന് മുദ്ര കുത്തും. ഞാൻ ചിന്തിച്ച് എന്ത് ചെയ്യണം. ഞാൻ എന്റെ മകനെ വീണ്ടും ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. ജീവിതത്തിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ജീവിതം കൊണ്ട് നമുക്ക് പ്രതികാരം ചെയ്യാം. ഒന്ന്, നമുക്ക് ജീവിതത്തിൽ ജയിച്ച് കാണിക്കണമെന്നൊരു ആഗ്രഹത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ വേറൊരു രീതി. പക്ഷെ ഞാൻ ദൈവം നമുക്ക് അപ്പോഴപ്പോഴും ഓരോ ബുദ്ധി തരും, എങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും. അന്നും ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുടെ ഒരു ദേവദാസനുണ്ട്. അപ്പൊ എന്റെ ബലഹീനതയിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു ദേവദാസൻ ഉണ്ടല്ലോ. അപ്പൊ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ കുഞ്ഞിനെ വീണ്ടും മോഡൽ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. ഇവിടെ ചെങ്കൽച്ചുളയിൽ നിന്നുള്ള 7 കുട്ടികൾ അടങ്ങുന്ന ഒരു സംഘമാണ് തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള യൂത്ത് ഫെസ്റ്റിവൽ, സംസ്ഥാനതല യൂത്ത് ഫെസ്റ്റിവൽ വരെ അവൻ 7 വർഷം A ഗ്രേഡ് നേടി വിജയിച്ച. അവസാനം അവനെ പുറത്താക്കിയ തൃശ്ശൂര്, അവിടെയും ചെന്ന് അവൻ A ഗ്രേഡ് വാങ്ങിച്ചു.
കൊണ്ടുവന്നു. അതിനുശേഷം അവൻ ദൈവം നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും എല്ലാം കണ്ട് നമ്മളെ എത്രമാത്രം ആൾക്കാർ നിന്ദിക്കും അതിലപ്പുറം ദൈവത്തിന് മാത്രമേ മാനിക്കാൻ കഴിയുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. അതിനുശേഷം അവൻ കേരള കലാമണ്ഡലം ഉപേക്ഷിച്ച് അവനെ ഏറ്റവും പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടറായ എ റഹ്മാന്റെ കോളേജിൽ KM ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൻ ചെന്നൈയിൽ മ്യൂസിക് പ്രൊഡക്ഷൻ കൺട്രോൾ പഠിച്ചിറങ്ങി. ഇന്ന് അവനൊരു ഫോക്ക് ബാൻഡുണ്ട്, ചങ്ങാതി ക്രിയേഷൻസ് എന്നാണ് ആ ബാൻഡിന്റെ പേര്. അവന് യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ അവൻ ഇന്ന് നമ്മുടെ സിനിമ പിന്നണി ഗായകരായ ഒരുപാട് പേരുടെ പെർക്കുഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കരുതിയതാണ്. ഒരു ചെങ്കൽച്ചുളക്കാരനെന്ന് പറഞ്ഞ് ദൈവം ഒരിക്കലും ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. മറ്റെല്ലാ സ്ഥലത്തേക്കാളും ദൈവം ഒരുപാട് സ്നേഹിച്ച സ്ഥലമാണ് ചെങ്കൽച്ചുള. അതുകൊണ്ടാണ് ഇതിനകത്തുനിന്ന് 10-15 ചർച്ചോളം ഉണ്ട്. പ്രാർത്ഥനയുള്ള ഒരു സ്ഥലമാണ്. രാത്രിയും പകലും എല്ലാം ഓരോ ദിവസവും ഓരോ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന കാണും, കോട്ടേജ് മീറ്റിങ്ങുകൾ കാണും, സ്ത്രീകളുടെ പ്രാർത്ഥന, പുരുഷന്മാരുടെ പ്രാർത്ഥന, കുട്ടികളുടെ പ്രാർത്ഥന, ഇങ്ങനെ നിരന്തരം പ്രാർത്ഥനയുള്ള സ്ഥലമാണ് ചെങ്കൽച്ചുള. അതൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. അപ്പൊ ഏത് മേഖലയും ഞങ്ങളെ മാറ്റി നിർത്തിയോ ആ മേഖലയ്ക്ക് അപ്പുറം സ്വർഗത്തിലെ ദൈവം നമ്മളെ ചെങ്കൽച്ചുളക്കാരെ മാനിച്ചു. അതില് നമ്മൾ ഈ ചർച്ചിൽ പോകുന്നവരാണ് അല്ലാത്തവരാണ് ദൈവം കണ്ടില്ല. ദൈവം ഈ ദേശത്തെ സ്നേഹിച്ചു. ഇവിടെ ഇന്ന് ഞാൻ എപ്പോഴും പറയാറൊരു വാക്കുണ്ട്, കാരണം എൻ്റെതായ ശൈലി ഞാൻ പറയാറുണ്ട്. കാരണം ഈ ഇതിനകത്ത് ഒരുപാട് പ്രതിഭകളുണ്ട്, ഒരുപാട് മുത്തുകളുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ആവശ്യം പ്രതികളെയാണ്. പ്രതിഭകളെ ആർക്കും വേണ്ട. ചെങ്കൽച്ചുള്ളക്കാരെ പ്രതികളായി കാണിക്കുക. ഇതിനകത്തുള്ള പ്രതിഭകളെ ആരും കാണുന്നില്ല. ഇന്ന് ദിവസവും ദിനംപ്രതി ഇവിടുന്ന് എഴുന്നേൽക്കുന്ന ദേവദാസന്മാർക്ക് കണക്കില്ല. ഓരോ ദിവസവും ഓരോ ദേവദാസന്മാർ ചെങ്കൽച്ചുളയിൽ നിന്ന് ഓരോ സ്ഥലത്ത് പോകുന്നു. അവരുടെ സാക്ഷ്യങ്ങളെ മറ്റൊരാൾക്ക് ആ ഒരു സാക്ഷ്യം കൊണ്ട് മറ്റൊരാൾ രക്ഷിക്കപ്പെടും. ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് പക്ഷെ. അപ്പൊ ഇത് മാത്രം എനിക്ക് ഒരുപാട് സാക്ഷികൾ എന്റെ ജീവിതത്തിൽ പറയാം. എനിക്ക് തോന്നുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്ത് കാലം എന്റെ സാക്ഷ്യം തന്നെ പറയാൻ കാണത്തില്ല. അത്രമാത്രം സാക്ഷി എനിക്കുണ്ട്. സിസ്റ്ററെ, വളരെ വളരെ വ്യത്യസ്തമാകുന്ന ജീവിതാനുഭവങ്ങൾ. സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്തൊക്കെ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസ് ആദ്യം ഒരു പ്രതിയാക്കാൻ ചെങ്കൽച്ചുളയിലോട്ടായിരുന്നു ഒരാളിനെ തേടിയെത്തുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിലും എന്തിനാണെങ്കിലും. ആ വാചകം ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് പറയുകയാണ്. പ്രതികളാക്കാനാണ് ലോകം ശ്രമിച്ചെങ്കിൽ അവിടുന്ന് ഇനി ഒത്തിരി പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, പ്രതിഭകൾ എഴുന്നേൽക്കട്ടെ. സിസ്റ്റർ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിതാനുഭവങ്ങൾ ഒത്തിരി ഉണ്ട് ഇനിയും അല്ലേ, പറയാനുണ്ട് അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. സമയം തീർന്നെന്ന് ചിന്തിക്കേണ്ട. അടുത്ത മാസം പക്ഷേ ഞാൻ വീണ്ടും ദുബായിൽ പോകുന്നുണ്ട്. 5 ദിവസത്തെ ഒരു യാത്രയുണ്ട്. അപ്പൊ സ്വർഗം എനിക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ഓരോ വാതിലുകൾ ഓരോ ദിവസവും. ഞാനിപ്പം ഒരു ഹരിതകർമ്മ സേന അംഗമായിട്ടാണ് ജോലി ചെയ്യുന്നത്. തിരുവനന്തപുരം കൊടപ്പനക്കുന്നിലെ ചെട്ടിവിളാകം വാർഡിലെ ഹരിതകർമ്മ സേന അംഗമാണ്. സ്വർഗത്തിൽ ദൈവം ഇപ്പൊ തന്നതൊക്കെ തന്നെ എനിക്ക് ബോണസ് എന്ന് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതിനൊന്നിനും ഞാൻ യോഗ്യതയുള്ള ഒരാളല്ല. ജീവിതത്തിൽ എനിക്ക് നാളെ എന്നുള്ള ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നെനിക്ക് 200-ഓളം അവാർഡുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്റെ ഒരു കുഞ്ഞു വീടാണ്. സ്വർഗത്തിലെങ്കിലും എനിക്ക് സമാധാനത്തോട് സന്തോഷത്തോട് ദൈവം ഞങ്ങളെ സൂക്ഷിക്കുന്നു. എനിക്ക് വീട്ടില് ഒന്നുമല്ല കാര്യം, ദൈവം നമ്മളെ മാനിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ചെങ്കൽച്ചുള. ഞാൻ ജനിച്ചു വളർന്ന നാട്. ആ നാടിനെ മറ്റുള്ളവർ മോശക്കാരായിട്ട് കണ്ടു. ആ ചെങ്കൽച്ചുളയെ മറ്റുള്ളവർ ചെങ്കൽച്ചുള എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിച്ചു. ഒരു കാലത്ത് ഞങ്ങൾ ചെങ്കൽച്ചുളയുടെ പേര് വരെ മാറ്റേണ്ടി വന്നത് രാജാജി നഗർ എന്നാക്കി. കാരണം ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ തുടർ പഠനത്തിന് അല്ലെ വിവാഹത്തിന് ഒക്കെ ഞങ്ങൾ ആ രാജാജി നഗർ എന്നുള്ള പേര് വരെ മാറ്റി. പക്ഷെ ദൈവം ആ രാജാജി നഗറിനെ ചെങ്കൽച്ചുളയിൽ തന്നെ വീണ്ടും പറഞ്ഞു. ചെങ്കൽച്ചുള എന്താണെന്ന് നെറ്റി ചുളിച്ച് പറഞ്ഞവരുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം ഈ ചെങ്കൽച്ചുളയിലെ എന്റെ ജീവിതം എന്ന ഒരു പുസ്തകത്തിൽ കൂടെ ഇന്ന് നെറ്റി ചുളിച്ചവർ തലച്ചോറ് ചുളിച്ചിരുന്ന് ആലോചിച്ച് ഇന്ന് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെങ്കൽച്ചുളയിൽ നിന്നുള്ള കാര്യങ്ങൾ എഴുതേണ്ടി വരുന്ന ഒരു കാലത്തിലെത്തിയില്ലേ. അത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ. ഇന്ന് ചോദ്യക്കടലാസിൽ രാജാജി നഗർ എന്നല്ല ചോദിക്കുന്ന, ചെങ്കൽച്ചുള എന്നാണ് ചോദിക്കുന്നത്. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ഇതിൽപ്പോ ഒരു അഭിമാനം എന്ത് വേണം പക്ഷേ നമുക്കൊക്കെ. എത്രയോ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ആ വാക്കുകൾ ചെങ്കൽച്ചുള ചെങ്കൽച്ചുള എന്ന് എത്ര പ്രാവശ്യം ആൻസർ ഷീറ്റിൽ എഴുതുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. ദൈവം മുമ്പേ ഇന്ന് ദൈവം മാനിക്കപ്പെട്ടില്ലേ, പേരിനെ വലുതാക്കുന്ന ദൈവമാണ്. അതെ അതെ അതേ ഞാൻ പറഞ്ഞില്ലേ, നസ്രത്ത് നിന്ന് വല്ല നന്മയുണ്ടെന്ന് ചോദിച്ചതോട് മതി ദൈവം എങ്ങനെയോ ഒരു നന്മയെ കണ്ടെത്തിയില്ലേ.
ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ, ഇനി എന്തെങ്കിലും അനുഭവങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുണ്ടോ സിസ്റ്റർ? അതോ അനുഭവം കൊണ്ട് പക്ഷെങ്കിലും ഇത്രയും പറയാൻ സാധിച്ചല്ലോ. അപ്പം അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? പേരൻസ് ഒക്കെ ഉണ്ടോ? മാതാപിതാക്കളൊക്കെ ഇപ്പം അവര് പപ്പ മരിച്ചുപോയി, സഹോദരനും മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എൻ്റെ കൂടെയാണ്, സാറമ്മ എന്ന അമ്മയുടെ പേര്. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, പേര് ജൈനമ്മ എന്നാണ്. ഞങ്ങള് ഇവിടെ എല്ലാരും ഉള്ളതിൽ സന്തോഷത്തായിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. ചർച്ചിനെ കുറിച്ചും പാസ്റ്ററെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാസ്റ്ററെ കുറിച്ച് പറയണം പാസ്റ്ററെ. കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ, എടുത്തു ചാടുന്ന ഒരു സ്വഭാവക്കാരിയൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരാളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോയത് ഞങ്ങളുടെ എലിയസ് വാഷിന്റെ ആന്റിയുടെ ഒക്കെ ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ജീവിതത്തില് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരിൽ കൂടെയാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസൻ, ഒരു ദൈവസഭയുണ്ട്. പാസ്റ്റർ പേര് എലിയാസ് എന്നാണ്, ആന്റിയുടെ പേര് മറിയാമ്മ എന്നാണ് ആന്റിയുടെ പേര്. ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ഇന്ത്യ ബെതേൽ അസംബ്ലി, IB എന്നാണ്. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്. ഒരു 1046 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ചർച്ചാണ്. ഇന്നും ആ ഒരു ചർച്ചിന്റെ ആരാധനയും കൂട്ടായ്മകളൊക്കെ നടന്നു പോകുന്നു. ഇനിയും മുൻപോട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ചർച്ചിന് വേണം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നമ്മുടെ പ്രേക്ഷകരൊക്കെ പ്രിയപ്പെട്ട ധനുജകുമാരി സിസ്റ്ററേയും കുടുംബത്തെയും ആ ചർച്ചിനെയും ചെങ്കൽച്ചൂളയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ചെങ്കൽച്ചൂള ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സുവിശേഷം മാറ്റിയ സ്ഥലങ്ങൾക്ക് ഒരു വലിയ ഉദാഹരണമാണ്. ചെങ്കൽച്ചൂളയുടെ മാറ്റത്തിന് സുവിശേഷത്തിനുള്ള പങ്ക്, അതിൻ്റെ ചരിത്രം ആരെങ്കിലും എഴുതുകയാണെങ്കിൽ സുവിശേഷത്തിനുള്ള പങ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, ഞാൻ എഴുതും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇപ്പൊ എഴുതിയ ലോകത്തിന്റെ ഒരു പുസ്തകത്തിലാണ് മറ്റൊരു അംഗീകരിച്ചെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ക്രിസ്ത്യൻ ഒരു പുസ്തകം കൂടെ ചെങ്കൽച്ചൂളയെ കുറിച്ചുള്ള, നമ്മുടെ ദേവദാസന്മാരുടെയും നമ്മുടെ ദൈവമക്കളെയും കുറിച്ചൊന്ന് എഴുതണം. ചെങ്കൽച്ചൂളയ്ക്ക് അതിൽ കൂടെ ഉണ്ടായ മാറ്റവും കൂടെ എഴുതണം. നിശ്ചയമായിട്ട് സിസ്റ്റർ, ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. സിസ്റ്റർ നീ അടുത്തൊരു പുസ്തകം എഴുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ ഇപ്പൊ എഴുതുന്ന 2 പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്ന് ചെങ്കൽച്ചൂളയിലെ എന്റെ ജീവിതം എന്ന പുസ്തകം തന്നെ. ആ പുസ്തകം 2013 ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അപ്പൊ ആ പുസ്തകം 13 ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, അതിനുശേഷം ഇവിടുത്തെ തലമുറകൾക്കുണ്ടായ മാറ്റങ്ങൾ, ഇന്ന് ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസമായി നല്ല നല്ല പൊസിഷനിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ കുറിച്ചൊന്ന് എഴുതണം. ഓരോരോ മേഖലയിൽ കഴിവ് തെളിയിച്ചവരിന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ കുറിച്ചെല്ലാം ചേർത്തൊരു പുസ്തകം. അതിനുശേഷം ചെങ്കൽച്ചൂളയ്ക്കുണ്ടായ മാറ്റം, ഇന്നും മാറ്റം സംഭവിക്കാതിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്, അതൊക്കെ എഴുതണം. അത് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പുസ്തകം, അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പക്ഷേ പെട്ടെന്ന് എനിക്ക് ആ ദുബായ് യാത്ര പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു യാത്രയാണ് ആ ദുബായ് യാത്ര. അപ്പം ആ ദുബായ് യാത്രയെ കുറിച്ച് ഞാനൊരു ചെറിയൊരു പുസ്തകം, കുഞ്ഞൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം എനിക്കൊരു 10-12 ദിവസം എഴുതി തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ദുബായിൽ ഞാൻ 12 ദിവസം ഉണ്ടായിരുന്നപ്പോൾ, പക്ഷെ എനിക്ക് പറ്റിയില്ല. അതിനുശേഷം നാട്ടിൽ വന്നിട്ടും ജോലി ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ജോലിക്ക് പോകണം. അത് കഴിഞ്ഞ് വന്ന പിന്നെ ഇപ്പൊ കുറച്ച് പ്രോഗ്രാംസുകളുണ്ട്. ദൈവം എന്റെ എന്ത് ജോലിയാണ് ഇപ്പം ചെയ്യുന്നത്? അതും കൂടെ പ്രേക്ഷകരുടെ അറിവിലേക്ക്. ഞാൻ ഹരിതകർമ്മ സേനയാണ്. വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന ഹരിതകർമ്മ സേന അംഗമാണ്. കേരളത്തിന്റെ ആ ഹരിതകർമ്മ സേനയാണ്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആ ഹരിതകർമ്മ സേനയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതെ, എനിക്ക് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടും എന്തൊക്കെയോ അവാർഡുകൾ സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ അവാർഡ് കിട്ടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് അവാർഡുകൾ, ഓരോ ദിവസം വനിതാ ജംഗ്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരോ അവാർഡുകൾ, 10-200ഓളം അവാർഡ് വരെ എനിക്ക് ഇപ്പൊ ഏകദേശം 200അല്ല, ഒരു 10 സിസ്റ്റർ. രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാലേ NDTV, അതായത് നാഷണൽ ടെലിവിഷനാണ് നമ്മുടെ മലയാളം വാർത്ത, ഈ കേരള സൗത്ത് ഇന്ത്യൻ വാർത്തകളൊക്കെ അതിനകത്ത് വരുന്നത് വളരെ വിരളമാണ്. NDTVയിൽ വന്ന വാർത്തയാണ് കേരള സാനിറ്റേഷൻ വർക്കേഴ്സ് ബുക്ക് നൗ ഇൻ യൂണിവേഴ്സിറ്റി സിലബസ്. സിസ്റ്റർ പടമൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ NDTV പബ്ലിഷ് ചെയ്ത വാർത്ത. അതൊക്കെ വളരെ അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു നാഷണൽ ടെലിവിഷനിലൊക്കെ സിസ്റ്ററെക്കുറിച്ച് അങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. ശുചീകരണ വർക്കൊക്കെ ചെയ്യുന്ന, സാനിറ്റേഷൻ വർക്കൊക്കെ ചെയ്യുന്ന ഹരിത കേരള അല്ലേ, അതിൻ്റെ അതെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രിയ സഹോദരിയാണ്. എന്നാൽ ദൈവം തന്നെ നടത്തിയ ഉയർത്തിയ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. ആ ഒരു കായലിൽ ചാടാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. പക്ഷെ ഒരു ചെറിയ ചിന്ത, എൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചു, ഞാൻ മരിച്ചില്ലെങ്കിലോ? അതേ പ്രിയപ്പെട്ട സഹോദരി ജീവിതത്തിൽ ജയിച്ച് കാണിച്ചിട്ട് നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയുകയാണ്. ഈ ദിവസങ്ങളൊക്കെ കേരളത്തിൽ ആത്മഹത്യ ഒത്തിരി അങ്ങ് പെരുക്കുകയാണ്.
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ കാണിക്കുന്നത് കാണുമ്പോൾ അടുത്ത ആളും അതുപോലെ തന്നെ കാണിക്കുക. എന്നാൽ നമ്മൾ പാഠം പഠിക്കേണ്ടത് ഇങ്ങനെയുള്ളവരിൽ നിന്നാണ്. ജയിച്ച് കാണിക്കണം. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിച്ചിട്ടൊന്നും കാര്യമില്ല. അതെ, ജയിച്ച് കാണിക്കണം. സിസ്റ്റർ ജയിച്ച് കാണിച്ചു. മോനെ അവിടെ നിന്ന് തിരസ്കരിച്ച സ്ഥാനത്ത് പല രീതിയിൽ പ്രതികരിക്കായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ പ്രതികരിച്ചത് ശരിയായ രീതിയിലാണ്. അതുകൊണ്ട് അവിടെയും ജയിച്ചു. വലിയൊരു പാഠപുസ്തകമാണ് സത്യത്തിൽ നിങ്ങളുടെയൊക്കെ ജീവിതം. ദൈവം ആക്കട്ടെ. യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകം മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അനേകർക്ക് അവർ വായിക്കുന്ന ഒരു പാഠപുസ്തകമായി മാറട്ടെ. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണെന്ന് വേദപുസ്തകം പറയുന്നപ്പോൾ അനേകർ നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കാണുവാനിടയായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ഈ ഒരു സെഷൻ നമുക്ക് പ്രാർത്ഥിച്ച് നടത്താം. സിസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ അനുഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന ദൈവമേ, വാഗ്ദത്തങ്ങൾക്ക് വിശ്വസ്തനും വാക്കും മാറാത്തവന് വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് നന്ദിയുള്ളതൊരു സ്തോത്രം സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അടിയാള ദൈവം, ഈ ജീവിതത്തിന്റെ ബലഹീനതകളിലേക്ക് ഒടുവിൽ കണക്കിടാതെ സ്വർഗത്തിലെ ദൈവം ഇന്ന് കർത്താവേ, ഹല്ലേലൂയ, എന്നെ ദൈവം അവിടുന്ന് സാക്ഷിയാക്കി നിർത്തുന്ന സ്തോത്രത്തിന്റെ ജീവിതത്തിന്റെ ഒരു നന്മയുമല്ല. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണ, അങ്ങയുടെ ദൈവം ഒന്നും മാത്രം. സ്വർഗമേ, ഹല്ലേലൂയ, ഞങ്ങളെ കർത്താവേ പല സ്ഥലങ്ങളിലായിരിക്കുന്ന കർത്താവെ, പലരും കർത്താവെ അടിയാളെ കർത്താവ് വീക്ഷിക്കുമ്പോൾ കർത്താവ് എന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവമേ എല്ലാം ദൈവത്തിന് മഹത്വമുള്ളതായിരിക്കണം. ഞാനെന്ന പാവങ്ങളും അഹങ്കാരങ്ങളും അഹംഭാവങ്ങളും ഒന്നും എൻ്റെ ജീവിതത്തിൽ വരാതെ സ്വർഗത്തിലെ ദൈവം ചെന്ന എല്ലാ നന്മകൾക്കും സ്തോത്രമെന്ന യാഗം മാത്രം കഴിച്ചുകൊണ്ട് നാളുകൾ ജീവിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തരണം. എന്നെ കേൾക്കുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ജീവിതത്തിൽ കർത്താവെ പ്രതിസന്ധി പ്രതികൂലങ്ങളായിരിക്കുന്നവർക്ക് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം ഒരു വിടുതലിന്റെ സാക്ഷ്യമാക്കി തീർക്കണം. കർത്താവെ കർത്തദാസനും ദാസിയായി അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ചാനലിനെ അനുഗ്രഹിക്കും. ഇനി ജീവനുള്ള അനേക സാക്ഷികളെ ഈ ചാനൽ കൂടെ ലോകം കാണുവാനും കേൾക്കുവാനും ദൈവത്തിന്റെ കരുണ കൃപ ദയ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേൾക്കണം, മറുപടി തരണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവയുടെ കേൾക്കണം പരമപിതാവിൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മെല്ലാവരുടെ പേരിലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന് ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ധനഞ്ജ കുമാരി സിസ്റ്ററിന് മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, താൻ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെ മേലും ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും അടകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്ററെ. നന്ദി പറയും ഒരു പ്രാവശ്യം കൊണ്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതില്ല. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. എബ്ബേസിനെ അനുഗ്രഹിച്ചു മാനിച്ചതുപോലെ സിസ്റ്ററേയും കർത്താവ് എത്രത്തോളം അനുഗ്രഹിച്ചു മാനിച്ചു. ആ ദേശത്ത് പിന്നെയും അനേക പുസ്തകങ്ങളൊക്കെ പിന്നെയും എഴുതാനും ഒക്കെ പുറത്തു വരാൻ എല്ലാ ദൈവം സഹായിക്കട്ടെ, കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.